ഹായ് മക്കളെ, നമ്മൾ അടുത്ത ഇത് ചെയ്യാടാ. ഏത് പേപ്പർ 2, അതായത് ഏതിലുള്ള 29th നടന്ന സെക്കൻഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ്. മൺഡേ നടന്ന സെക്കൻഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സംഘം അറ്റാക്ക് ചെയ്യാം അല്ലേ. പറയാം. ഗിവൺ സെറ്റ്, ഒരു സെറ്റ് തന്നിട്ടുണ്ട്. വൺ നമ്പർ ഈ സെലക്ട് റാൻഡംലി ഫ്രം ദ സെറ്റ്. മക്കളപ്പോൾ ഇതിൽ നിന്നൊരു നമ്പർ സെലക്ട് ചെയ്യാം. അപ്പോൾ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 50 രീതിയിൽ സെലക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ പ്രോബിലിറ്റിന്റെ സാധനങ്ങളാണ്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദ നമ്പർ ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4 ഓർ 6 ഓർ 7. ഓക്കെ. ഇതിലേത് നമ്മൾ മറ്റാടാം, പി ഓഫ് എ യൂണിയൻ ബി, എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി നമുക്ക് അറിയാലോ. അപ്പോൾ എൻ്റെ സ്കീം അല്ല. അതായത് നമ്മുടെ കയ്യിൽ 50 നമ്പേഴ്സ് ഉണ്ട്. ആ 50 നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം? ഒരു നമ്പറിനെ സെലക്ട് ചെയ്യണം. ആ നമ്പർ ഒന്നെങ്കിൽ 4ന്റെ ഡിവിസിബിൾ ആണ്, അല്ലെങ്കിൽ 5ന്റെ അല്ലെങ്കിൽ 6ന്റെ ഡിവിസിബിൾ ആണ്, അല്ലെങ്കിൽ 7ന്റെ ഡിവിസിബിൾ ആണ്. അതല്ല നമ്മളോട് ചോദിച്ചത്. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് എന്താ, അത് ആക്ച്വലി പി ഓഫ് പ്രോബിലിറ്റി ഓഫ് എന്താണ് കാണേണ്ടത്? എ യൂണിയൻ ബി യൂണിയൻ സി ആണ് കാണേണ്ടത് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് പിക്ക് നമ്മൾ പറയാറില്ല, എന്നിനാണ് പറയാറുള്ളത്. എൻ എക്സ്റ്റെൻഡ് ചെയ്ത പിയിലും പറഞ്ഞൂടെ അല്ലേ. ഓക്കെ, അതിങ്ങനെയാണോ ഉണ്ടാവുക? എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ബൈ എൻ ഓഫ് എസ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഞാൻ കൂടുതലൊന്നും പറയില്ല. അപ്പൊ ഇനി എന്താ, 4ന്റെ ഡിവിസിബിലിറ്റി ഉള്ള ആൾക്കാരെ കാണുക, പിന്നെ 6ൻ്റെത് കാണുക, 7ൻ്റെത് കാണുക. അതിൽ പ്രശ്നം എന്താ വെച്ചാൽ 4ൻ്റെയും 6ൻ്റെയും കൂടെ ഉള്ള ആളുകൾ നമ്മൾ 2 വട്ടം കൗണ്ട് ചെയ്തിട്ടുണ്ടാവും. 6ഉം 7ഉം 2 വട്ടം കൗണ്ട് ചെയ്തിട്ടുണ്ടാവും. 4ഉം 7ഉം 2 വട്ടം കൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടാവും. എന്ത് ചെയ്യണ്ടാവും? ഒരു സാധനം പോയി ഉണ്ടാവും. എന്നിട്ട് തിരിച്ച് നമ്മൾ 3ൻ്റെയും കൂടെ ഡിവിസിബിൾ ആണ് ആൾക്കാരെ തിരിച്ച് ആഡ് ചെയ്യും. ഓർമ്മയുണ്ട്, എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി കാണാൻ വേണ്ടി എൻ ഓഫ് എയും എൻ ഓഫ് ബിയും എൻ ഓഫ് സിയും ആഡ് ആവും. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? കുറെ വരും. അതായത് കുറെ പോർഷൻസ് 2ൽ കൂടുതൽ വട്ടം ആഡ് ആയിട്ടുണ്ടാവും അല്ലെ, 1ൽ കൂടുതൽ വട്ടം ആഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഓരോ കുറയ്ക്കണം. അപ്പൊ എൻ ഓഫ് എ യൂണിയൻ ബി കുറയ്ക്കും, എൻ ഓഫ് ബി യൂണിയൻ സി കുറയ്ക്കും, എൻ ഓഫ് എ യൂണിയൻ സിയും കുറയ്ക്കും. അപ്പൊ എന്താ വെച്ചാൽ നടുത്ത കഷ്ണം മിസ്സായി പോയിട്ടുണ്ടാവും. അപ്പൊ അതിനെ തിരിച്ചു പിടിക്കും. പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. അപ്പൊ അതന്നെ ചെയ്യാൻ പോകണം. അപ്പൊ നമുക്ക് ആദ്യം 4 ഓൺ ഡിവിസിബിൾ ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തണം. മക്കളത് 4 ഓൺ ഡിവിസിബിൾ ആൾക്കാരെ കിട്ടാൻ 50/4 എത്ര കണ്ടാൽ പോരാ? അതിന്റെ ഗ്രേറ്റസ്റ്റ് നമ്പർ കണ്ടാൽ പോരാ. മനസ്സിലായില്ലേ? അത് 48 വരെയാണ് എന്തുണ്ടാവുക? 4 ഉണ്ട്. അപ്പൊ 12 പേരാണ് ഉണ്ടാവുക. അപ്പൊ ഞാൻ അവിടെ 50/4 ചെയ്ത് 12 പോയിന്റ് സംതിങ് ആവും. അതിന്റെ ഗ്രേറ്റസ്റ്റ് നമ്പർ കണ്ടു കഴിഞ്ഞാൽ 12 ആവും കിട്ടുക. അപ്പൊ എത്ര പേര് 4 ഓൺ ഡിവിസിബിൾ ആവുന്നുള്ളത് അറിയാൻ വേണ്ടി 50/4ന്റെ ഗ്രേറ്റസ്റ്റ് നമ്പർ കണ്ടാൽ മതി. റെഡി. അടുത്ത് 50/6ന്റെ ഗ്രേറ്റസ്റ്റ് നമ്പർ. അടുത്ത് 50/7ന്റെ ഗ്രേറ്റസ്റ്റ് നമ്പർ. ഇപ്പൊ ആൾക്കാരായി. നമുക്ക് എന്ത് കണ്ടെത്തണം? എൻ്റെയും ബി കൊണ്ട് രണ്ടോണ്ടും കൂടെ ഡിവിസിബിൾ ആയിട്ടുള്ള, അതായത് ആരെ കൊണ്ടിടാം? 4 കൊണ്ട് 6 കൊണ്ടും കൂടെ ഡിവിസിബിൾ ആയിട്ടുള്ള ആളാണ്. മക്കളെ 4 കൊണ്ട് 6 കൊണ്ടും കൂടെ ഡിവിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ അത് അവർ LCM കൊണ്ട് ഡിവിസിബിൾ ആവും അല്ലെ, അഥവാ 12 കൊണ്ട് ഡിവിസിബിൾ ആവും. ശരിയല്ലേ? 12 കൊണ്ട് ഡിവിസിബിൾ ആണ് ആളല്ലേ 4 കൊണ്ടും 6 കൊണ്ടും ഡിവിസിബിൾ ആവുക. അല്ലെ, ആരൊക്കെയാന്ന് ചോദിച്ചാൽ 12 ഉണ്ടാവും, 24 ഉണ്ടാവും. ആ ടീംസ് അല്ല. അപ്പോൾ അവരുടെ ടീംസിന് അങ്ങനെ ഒഴിവാക്കണം. റെഡി. 50/12. പിന്നെ മക്കളെ ആരടാ? 4ഉം ആദ്യം 6ഉം 7ഉം പറയാം. 6ന്റെ 7ന്റെ LCM 42 അല്ലെ, 50/42. പിന്നെ 4ന്റെ 7ന്റെ LCM 28. വേറെ ഒന്നുമില്ലല്ലോ, ഇല്ല. മൈനസ് 50/28. റെഡി അല്ലേ? ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാരും കൂടെ ഒരാളുണ്ടാവും. ഇവിടെ എല്ലാവരും കൂടെ LCM കാണും. അപ്പൊ മീൻസ് 3 കൊണ്ടും കൂടെ ഡിവിസിബിൾ ആയ ആൾ മിസ്സായി പോയിട്ട് അപ്പൊ അതിനെ തിരിച്ചു പിടിക്കുന്ന പരിപാടിയാണ്. അപ്പൊ എന്താ, 4ന്റെയും 6ന്റെയും 7ന്റെ LCM. 6ന്റെയും 7ന്റെ LCM എന്ന് പറയുമ്പോൾ 42 ആണ്. 42 പക്ഷേ 6 LCM അല്ല, അതിന്റെ LCM അല്ലല്ലോ. അല്ല, 4ന്റെ LCM അല്ല. മക്കളെ 42 വർക്കല്ല. 42 അടുത്തത് 84 എന്താ അവസ്ഥ? യെസ്, 84 എല്ലാവർക്കും വർക്കിംഗ് ആവും. അപ്പോൾ മക്കളെ 84 ആണ്. പക്ഷെ അത് സീൻ ഉണ്ടാവില്ല, കാരണം 84 ഒരിക്കലും എന്തിൽ വരില്ലല്ലോ, ഫസ്റ്റ് 50 നമ്പറിൽ വരില്ലല്ലോ. അപ്പോൾ ഇതിനോട് ആരും അങ്ങനെ ആഡ് ചെയ്യാൻ ഉണ്ടാവില്ല. എന്നാലൊന്ന് ജസ്റ്റ് പറയാം. ഓക്കെ, സോ പറയാം. 50/4 എന്ന് പറയുമ്പോൾ 12 മീൻസ് ഗ്രേറ്റസ്റ്റ് നമ്പർ എടുക്കണ്ടേ. 50/6 48 ആണ്. അപ്പോൾ ഇത് 8 വരും. പിന്നെ 50/7 49 ആണത്, 7 വരും. പിന്നെ 50/12 4 വരും അല്ലേ, 48 അല്ലേ വരാം. 42 എന്നാണ്, 42 ഏറ്റവും ഉണ്ടാവും. റെഡി. പിന്നെ 28 മക്കളെ 2 അല്ല, 56 അല്ല, 1 ഉണ്ടാവും. റെഡി. പിന്നെ ആരും ഉണ്ടാവില്ല, 0 ആണ് ഉണ്ടാവും. പറഞ്ഞു. 12 20 27 27 3 കുറച്ചാൽ 27 3 27 4 കുറച്ച് കഴിഞ്ഞാൽ 23 21 ആണ് ആൻസർ. 21. താഴെ ആരുണ്ടാവും? 50 ഉണ്ടാവും. താഴെ 50 ഒരാളെ കാരണം മനസ്സിലായില്ല, കാരണം എന്താ, ടോട്ടൽ ആൾക്കാരാണ്. കാരണം 50ന്ന് ഒരാൾ എടുക്കുകയാണ്. സോ എത്ര രീതിയിൽ എടുക്കാൻ പറ്റും? 50 രീതിയിൽ എടുക്കാൻ പറ്റും. റെഡി. അടുത്ത് യെസ്, ഇത് ക്ലാസ് ഡിസ്കഷൻസിലൊക്കെ ഒരു വരുന്ന ഒരു ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ലടാ. അത് 1 - sin 2x മക്കൾ നമ്മൾ എങ്ങനെ ചെയ്യാറുണ്ടടാ? 1 - sin 2x cos x - sin x the whole square എഴുതാറുണ്ട്. ഓർമ്മ ഉണ്ടാവും ചിലപ്പോൾ. cos x - sin x the whole square. റെഡി. കാരണം cos x - sin x ഹോൾ സ്ക്വയർ കണ്ടു നോക്ക്. cos square x വരും, sin square x വരും, cos square x plus sin square x വരും, പിന്നെ -2 sin x cos x വരും. റെഡി അല്ലേ? അപ്പോൾ അത് 1 ആവും. പിന്നെ -2 sin x cos x വന്നാൽ sin 2x വരും. അപ്പോൾ അത് 1 - sin 2x എന്ന ഫോമിൽ വരും. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ √1 - sin 2x ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ √cos x - sin x ഹോൾ സ്ക്വയർ ആണ് നമ്മൾ കാണുന്നത്. റെഡി അല്ലേ?
അപ്പം അതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ടിൻ്റെ ആൻസർ റൂട്ട് ഒരു ഫംഗ്ഷനായിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും അതിൻ്റെ ആൻസർ എന്താണ് പോസിറ്റീവ് ആണ് അല്ലേ മക്കളെ റൂട്ട് ഒരു ഫംഗ്ഷൻ നമ്മളിങ്ങനെ പറയാറുണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അതായത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ചോദിച്ചൊരിക്കലും നമ്മൾ എക്സ് എന്നല്ല പറയാം നമ്മൾ പറയാം മോഡ് എക്സ് എന്നാണ് പറയാം അതായത് എക്സ് ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ പറയും -2 സ്ക്വയർ ചെയ്ത് റൂട്ട് എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഉത്തരം -2 എന്നല്ല പറയാം ഉത്തരം നമ്മൾ എന്താ പറയാ 2 എന്നാ പറയാം അല്ലെ കാരണം എന്താ -2 സ്ക്വയർ 4 ആണ് 4ന്റെ റൂട്ട് 2 എടുക്കാൻ പാടുള്ളൂ -2 എടുത്തു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആയിട്ട് നിലനിൽക്കില്ല അറിയാം നിങ്ങൾക്ക് അല്ലെ ഒരു ഫംഗ്ഷൻ ആയിട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയറിന് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ നമ്മൾ എന്താ എടുക്കണം മോഡ് എക്സ് എന്നാണ് എടുക്കുക അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് പോസിറ്റീവ് ആണ് റൂട്ടിന്റെ ഔട്ട്പുട്ട് എപ്പോഴും പോസിറ്റീവ് ആണ് റൂട്ട് എക്സിന്റെ ഗ്രാഫ് ഒക്കെ വരയ്ക്കാൻ റൂട്ട് എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും അത് എപ്പോഴും എക്സ് ആക്സിന്റെ മുകളിലാണ് ഉണ്ടാവും വൈയുടെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോസ് ഓഫ് എക്സ് മൈനസ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ കാണുമ്പോൾ ഒരിക്കലും എന്ത് പറയരുത് മക്കളെ സിംപ്ലി കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് പറയരുത് നമുക്ക് രണ്ട് ചാൻസ് ഉണ്ടാവും അത് സിറ്റുവേഷൻ അനുസരിച്ച് മാറും കോസ് ഏതാണ് പോസിറ്റീവ് എന്നുള്ളതനുസരിച്ച് മാറും നോക്കി നോക്കാം എപ്പോഴാണ് അപ്പോൾ എപ്പോൾ നമ്മൾ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് പറയണം എപ്പം തിരിച്ച് പറയണം അതായത് തിരിച്ച് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ കോസ് എക്സ് മൈനസ് സൈൻ എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്നല്ല പറയാ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എന്നാണ് പറയുക കാരണം മോഡ്ലെസ് എടുക്കണ്ടേ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അതായത് റൂട്ട് ചോദിച്ച് ഇതിന്റെ ഉത്തരം ഓൾവേസ് പോസിറ്റീവ് ആണ് ഏത് റൂട്ടിന്റെ ഉത്തരം ഓൾവേസ് പോസിറ്റീവ് ആണ് അപ്പൊ അങ്ങനെ പോസിറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ വരുന്ന സാധനം കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ മോഡുലസ് ആണ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ ചിലപ്പോൾ അത് പ്ലസ് വെറും കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ് എഴുതേണ്ടി വരിക ചിലപ്പോൾ അത് മൈനസ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ് എഴുതേണ്ടി വരിക അപ്പൊ അത് തിരിച്ച് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ആണ് കോൺസെപ്റ്റ് മനസ്സിലായി ബേസിക്കലി ഇത് എന്താണടാ പിന്നെ കാണില്ല അല്ലെ ഇത് ബേസിക്കലി എന്താണ് മക്കൾ ഓൾവേസ് പോസിറ്റീവ് ആണ് ഇനി നോക്ക് ഏതാ നമ്മളെ ലിമിറ്റ് π/6 തൊട്ട് π/3 വരെ അല്ലേ നോക്ക് π/6 തൊട്ട് π/3 വരെ വരുമ്പോൾ π/6 തൊട്ട് π/3 അത് കോസ് ആവും കൂടുതലുണ്ടാവും π/6 തൊട്ടിട്ട് 30 തൊട്ടിട്ട് 45 വരെ മക്കളെ കോസ് അല്ലേ കൂടുതലുണ്ടാവും 30 തൊട്ടിട്ട് 45 വരെ ഇത് പോസിറ്റീവ് അല്ലേ ഉണ്ടാവുക കാരണം 30 അതായത് 0 തൊട്ടിട്ട് 45 വരെ കോസ് സൈനേക്കാൾ കൂടുതലാണ് അപ്പോൾ 30 തൊട്ടിട്ട് 45 വരെ ഇത് പോസിറ്റീവ് ഉണ്ടാവുക എന്നാൽ 45 തൊട്ടിട്ട് 60 വരെ ഇത് അപ് ടു 60 ആണ് ആരും പോസിറ്റീവ് ഉണ്ടാവുക സൈൻ എക്സ് മൈനസ് കോസ് എക്സ് അപ്പം ഞാൻ ആ ഫംഗ്ഷനെ മാറ്റിയത് എല്ലാവർക്കും കത്തിണ്ടാവുമെന്ന് വിചാരിക്കുന്നത് π/6 തൊട്ടിട്ട് π/4 വരെ എന്താ വരിക കോസ് എക്സ് മൈനസ് സൈൻ എക്സ് വരും പ്ലസ് അടുത്താണെങ്കിൽ ഏതാ π/4 തൊട്ടിട്ട് π/3 വരെ അടുത്ത ആര് വരും സൈൻ എക്സ് മൈനസ് കോസ് എക്സ് വരും ഓക്കെ അല്ലേ കുഴപ്പമില്ലല്ലോ കാര്യങ്ങളൊക്കെ ഓക്കെ സോ ഇനി പറ ഡിഫറെന്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകണം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പോരട്ടെ കോസ് എക്സ് മൈനസ് സൈൻ എക്സിന് ഇന്റഗ്രൽ മക്കളെ കോസ് എക്സ് ഇന്റഗ്രൽ സൈൻ എക്സ് പിന്നെ മൈനസ് സൈൻ എക്സിന് ഇന്റഗ്രൽ പ്ലസ് കോസ് എക്സ് ഏത് മുതൽ ഇതുവരെ π/6 തൊട്ടിട്ട് π/4 പ്ലസ് പിന്നെ ആണെങ്കിൽ പറ രണ്ട് ഇന്റഗ്രൽ ആക്കാനുള്ള റീസൺ ഒക്കെ മനസ്സിലായില്ല കാരണം ഓരോരോ കണ്ടീഷൻ വെച്ചിട്ട് അനുസരിച്ച് മാറ്റി അല്ലേ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് സൈൻ എക്സ് മൈനസ് ഇതിൻ്റെ തട മൈനസ് കോസ് എക്സ് സൈൻ എക്സിൻ്റെത് പിന്നെയാണെങ്കിലോ മൈനസ് കോസ് എക്സിൻ്റെത് സൈൻ എക്സ് ഏത് മുതൽ ഏതുവരെ π/4 തൊട്ടിട്ട് π/3 വരെ പറ π/4 കൊടുക്കുമ്പോൾ 1/√2 1/√2 π/3 കൊടുക്കുമ്പോൾ 1/2 √3/2 മൈനസ് രണ്ടും മൈനസിനെ കോമൺ ആക്കി ഞാൻ പുറത്തെടുത്തോ ഇത് മൈനസിന്റെ ഇത് മൈനസ് ആ മൈനസിനെ പുറത്ത് മാറ്റിച്ചേ പറയടാ π/3 കൊടുക്കുമ്പോൾ മക്കളെ 1/2 കോസ് സൈൻ ആണെങ്കിൽ √3/2 മറ്റേ π/4 കൊടുക്കുമ്പോൾ ഇത് ലോവർ ലിമിറ്റ് അല്ലേ ആ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് വരുന്നത് ഞാൻ നേരത്തെ ചെയ്തിട്ടില്ല ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് വരും അപ്പുറം കൊടുത്തപ്പോൾ 1/√2 ലോവർ കൊടുക്കുമ്പോൾ എന്താ മൈനസ് ഓഫ് എന്ന് പറഞ്ഞാൽ ലോവർ കൊടുക്കുക ഇവിടെ ഒരു മൈനസ് വരും ഓക്കെ റെഡി ഇനി ഞാൻ അതേപോലെ ഇവിടെ മൈനസിന് ഇതിൽ നിന്നുള്ള മൈനസിന് ഓൾറെഡി പുറത്ത് മാറ്റി വെച്ച് പിന്നെ അപ്പുറം കൊടുത്തു 1/2 പ്ലസ് √3/2 ഇനി ലോവർ കൊടുക്കാൻ പോവാ ലോവർ കൊടുക്കുമ്പോൾ -1/√2 -1/√2 കാരണം ലോവറിന്റെ ഒരു നെഗറ്റീവ് ഇല്ലടാ ആ നെഗറ്റീവ് ആണ് കേട്ടോ അപ്പോൾ ഈ മൈനസ് ഉള്ളിൽ പോകുമ്പോൾ മക്കളെ ഈ മൈനസ് പ്ലസ് ആവും അപ്പോൾ കട്ടാവുള്ള ഇതും സോറി ഇവിടെ 1/√2 എന്ന് വരും കേട്ടോ സോറി ഇവിടെ കറക്റ്റ് കട്ടാവില്ല ഓക്കെ കട്ടാവില്ല കേട്ടോ പറയും ഞാൻ പെട്ടെന്ന് ആവശ്യത്തിൽ ചെയ്താൽ പറയടാ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തൊക്കെ വരാൻ നോക്ക് ഇത് മൈനസും ഇത് ഇവിടെ നോക്കേ ഇത് ആദ്യം പറയട്ടെ ഏത് ഇയാൾ ഇവിടെ മൈനസ് ഉള്ളിൽ പോകുമ്പോൾ മൈനസ് പ്ലസ് ആവും അപ്പോൾ ഇത് മക്കളെ 1/√2 പ്ലസ് 1/√2 2/√2 എന്ന് പറഞ്ഞാൽ √2 ഇത് √2 ആണ് ഇത് മൈനസും കൂടെ പ്ലസ് തന്നെ അവിടെ അപ്പോൾ √2 ആണ് അപ്പോൾ 2 √2 ഉണ്ടാവും 2 √2 ഉണ്ടാവും പിന്നെ ഇത് രണ്ടും നെഗറ്റീവ് ആയിട്ടുണ്ടാവും അപ്പോൾ എന്തൊക്കെ ബാക്കി ഉണ്ടാവുക 2 ടൈംസ് അപ്പോൾ 2 ടൈംസ് ആരുണ്ടാവും ഇവിടെ -2 ടൈംസ് ആര് 1/2 പ്ലസ് √3/2 1/2 പ്ലസ് √3/2 റെഡി അല്ലേ അപ്പോൾ അങ്ങനെ ഉള്ളിൽ കൊടുക്കുമ്പോൾ 2 √2 -1 -√3 എന്ന് വരും റെഡി അല്ലേ
2 ഉള്ളിട്ട് പോകും, അപ്പോൾ മൈനസ് അപ്പോൾ റെഡി. ക്ലിയർ ആണല്ലോ, കുഴപ്പമില്ല. അപ്പോൾ 2√2 -1 -√3 എങ്ങനെ ഓപ്ഷൻസ് 2√2 -1 -√3 2√2 -1 -√3 ഓക്കെ അല്ലേ. ഈ കാൽക്കുലേഷൻ ഇങ്ങനെ കണ്ടിതാക്കില്ല കേട്ടോ മക്കളെ. കാൽക്കുലേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, അത് കുറെ എന്താ കുറച്ച് സ്ലോ ആണ്. സ്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് വെപ്രാളാണ്, വേറെ ഒന്നുമില്ല. ഇനി എ എന്ന് പറഞ്ഞ സാധനം തന്നിട്ടുണ്ട്, ഒരു സെറ്റ് തന്നിട്ടുണ്ട്. മിനിമം നമ്പർ ഓഫ് എലമെന്റ്സ് ആഡ് ടു മേക്ക് ഇക്വലൻസ് റിലേഷൻ. മക്കളെ നമ്മൾ ഇപ്പോഴും പറഞ്ഞൊരു പ്രോബ്ലം ആണ്, ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ലടാ. അപ്പോൾ 1 2 3 4 എന്ന് പറഞ്ഞതിലേക്ക് മിനിമം നമ്പർ ഓഫ് ഇത് എന്താ 1 3 1 2 ഉണ്ട്. അതായത് ഒരു റിലേഷന്റെ ഉള്ളിൽ കുറെ വട്ടം നമ്മൾ ക്ലാസ്സിൽ പല സെഷൻസിൽ നമ്മൾ പോയ ഒരു സാധനം കേട്ടോ. 1 2 1 3 1 2 1 3 ഉണ്ടടാ, 1 2 1 3 ഉണ്ട്. ഇനി എന്ത് ചെയ്യണം, ആ റിലേഷന് എന്താക്കണം, ഇക്വലൻസ് ആക്കണം. 1 2 3 4 ഡിഫൈൻ ചെയ്ത റിലേഷൻ ആണ്. അപ്പോൾ അത് ഇക്വലൻസ് ആക്കാൻ ഇനി എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ മക്കളെ ആദ്യം തന്നെ റിഫ്ലെക്സീവ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരൊക്കെ ആഡ് ചെയ്യേണ്ടടാ. ആരൊക്കെ 1 1 വേണം, 2 2 വേണം, 3 3 വേണം, 4 4 വേണം. അപ്പോൾ എന്തായാലും അത് തീരുമാനമായി, റിഫ്ലെക്സീവിന്റെ കാര്യം തീരുമാനമായി. ഓക്കെ അല്ലേ, റിഫ്ലെക്സീവ് തീരുമാനമായി. ഇനി ഏതിലേക്ക് പോവാം, സിമെട്രിക്കിലേക്ക് പോവാം. സിമെട്രിക്ക് നോക്കാം. 1 2 ഉണ്ട്, 2 1 വേണം. 1 3 ഉണ്ട്, 3 1 വേണം. ഓക്കെ, തീരുമാനമായോ? ഇല്ല, ട്രാൻസിറ്റ് നോക്കിയിട്ടില്ല. ട്രാൻസിറ്റ് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നോക്കാം. 1 2 ഉണ്ട്, 2 ഉണ്ട്, 1 2 ഉണ്ട്, 2 ഉണ്ട്. ആ സാർ 1 1 ഉണ്ടല്ലോ, സീനില്ല. ഓക്കെ, 1 3 ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ ആരുണ്ടടാ 3 3 1 1 ഉണ്ട്, 1 1 വീണ്ടും ഉണ്ട്. ഇനി തിരിച്ചു പറയാം. 2 1 ഉണ്ട്, 1 2 ഉണ്ട്, 2 1 ഉണ്ട്, 1 2 ഉണ്ട്. അപ്പൊ ആരുണ്ട് മക്കളെ? 2 2 ഉണ്ട്. 3 1 ഉണ്ട്, 1 3 ഉണ്ട്. അപ്പൊ ആരുണ്ടടാ? 3 3 ഉണ്ട്. അതൊക്കെ ഓക്കെ ആണ്. പക്ഷെ ഇനി ഇങ്ങനെ ആലോചിച്ച് നോക്ക്, നമ്മളിതാ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എക്സാമ്പിള് 2 വന്നല്ലേ, നമ്മളിപ്പോ 1 വന്ന് നോക്കാം. 2 1 ഉണ്ട്, 1 3 ഉണ്ട്. ഓക്കെ, 2 1 ഉണ്ട്, 1 3 ഉണ്ട്. അപ്പൊ 2 1 ഉണ്ട്, 1 3 ഉണ്ട്. ആരില്ല? 2 3 ഇല്ല. യെസ്, അപ്പൊ മിസ്സിംഗ് ആണ്, 2 3 ഇല്ല. 2 3 ഉണ്ടായാൽ ഉടൻ ആര് വരണം? സിമെട്രിക് ആക്കണം എന്നുണ്ടെങ്കിൽ 3 2 വേണം, മസ്റ്റ് ആണ്. ഇതേപോലെ മറ്റേ കളി നടക്കണം. അതായത് 3 1 ഉണ്ട്, 1 2 ഉണ്ട്, 3 1 ഉണ്ട്, 1 2 ഉണ്ട്. മക്കളെ 3 2 വേണം. ആ 3 2 ഓൾറെഡി നമ്മളിപ്പോൾ സിമെട്രിക്ക് വേണ്ടി ആഡ് ചെയ്തു, അപ്പോൾ സീനില്ല. ഇല്ലടാ, കഴിഞ്ഞിത്ര തന്നെ ഉള്ളൂ. റെഡി അല്ലേ? കാരണം 4 ടച്ച് ആയിട്ടില്ല. 4 ടച്ച് ആയിക്കണമെങ്കിൽ വേഗം എക്രോസയിലേക്ക് അങ്ങ് പോയേക്കാം, പരിപാടി സെറ്റ് ആക്കാം. ഇവിടെ 4 ടച്ച് ആയിട്ടില്ല. 4 ടച്ച് ആവാത്തതുകൊണ്ട് സീനില്ല. എത്ര പേരുണ്ടാവൂടാ? ഞാൻ മറ്റു കളേഴ്സിൽ ആഡ് ചെയ്തതല്ല. അപ്പോൾ 3 4 4 8 പേര് ആഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ, കുഴപ്പമില്ല. ഇതൊരു റിപ്പീറ്റേറ്റീവ് പാറ്റേൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, എനിവേ നോക്കാം. അതന്നെ പഠിക്കുക എന്നുള്ളതല്ലടാ. ഞാനിപ്പോ ഈ വർഷത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് മക്കളെ, നമുക്കൊരു എന്തല്ല മാത്സ് ഒഴിവാക്കേണ്ട സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല. മാറ്റം വരുന്നുണ്ട് കുറച്ചൊക്കെ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തെന്നുള്ള അറിയില്ല. ഞാൻ പിന്നെ കുറെ കാലം ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കല്ലോ. എനിക്ക് അങ്ങനെ എനിക്ക് ആ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് 2020 കുറച്ചും കൂടെ കംപ്ലീറ്റ് ടഫ് എന്നുള്ള സെഷൻസ് വന്നിട്ടില്ല. മോഡറേറ്റ് ടു ടഫ് വരെ വന്നിട്ടുണ്ട്, അല്ലാതെ കംപ്ലീറ്റ് ടഫ് എന്ന് പറഞ്ഞ സെഷൻസ് വന്നിട്ടില്ല. അപ്പോൾ ആദ്യത്തെ രണ്ട് സെഷൻസും, ഫസ്റ്റ് ഡേ നടന്ന 2 സെഷൻസും സംവാട്ട് സിമ്പിൾ ആയിരുന്നു. എന്തായാലും പോട്ടെ. നോക്ക്, LNA LNB LNC എന്തിലാണ്? AP യിലാണ്. അപ്പോൾ മക്കളെ LNA അപ്പോൾ 2 APന്റെ കണ്ടീഷൻ ABC AP ആണെങ്കിൽ 2B = A+C. പരത്തി പഠിക്കുക എന്നല്ല കേട്ടോ, പരത്തി പഠിക്കുക. അതാണ് ഇതിന് മനസ്സിലായത്. അതായത് ഞാൻ പറയുന്നത് പേപ്പർ നോക്കിയതിൻ്റെ ഒരു അനുഭവം പറയാം കേട്ടോ. 2 times LNB = LNA + LNC. അതിലേക്ക് തിരിച്ചു വരാൻ അങ്ങനെ തോന്നി എനിക്ക്, കാരണം കുറച്ചും കൂടെയൊക്കെ കുറെ കിട്ടുന്ന കേസുകൾ കണ്ടു. LNB² = LNAC എന്നാവുമല്ലോ. LN എന്ന് പറഞ്ഞാൽ ലോഗറ്റ് കേട്ടോ മക്കളെ. എന്തായാലും B² = AC. അത് പിന്നെ ക്ലാസ്സിൽ നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നതാണ്. ലോഗുകൾ AP യിലാണെങ്കിൽ അതിന്റെ ഉള്ളിൽ വരുന്ന ആളുകൾ എന്തിലോ GP യിലോ ഉണ്ടാവും. B² = AC. ഇനി അടുത്ത് തന്നിട്ടുണ്ട് LN. അപ്പോൾ പറയട്ടെ, ഈ പറഞ്ഞ ആളുകൾ എന്തിലാണ് മക്കളെ? AP യിലാണ്. അപ്പോൾ അവിടുത്തെ കണ്ടീഷൻ ഉണ്ടാവുക. അപ്പോൾ 2 times LN2B - LN3C. LN2B - ഇവിടെ 2 times ഇത് കേട്ടോ, ഈക്വൽ ടു അപ്പുറത്ത് LNA. സാധനം മനസ്സിലല്ലടാ. 2B = A+C എന്ന് എഴുതാണ്. അപ്പോൾ അതിൽ ഓരോ ടേമുകളും ഡിഫറെന്റ് ആണ്. അപ്പോൾ LNA - LN2B എന്നാണ്. LN2B. ഓക്കെ, LN2B പ്ലസ് അപ്പുറത്താണെങ്കിൽ ആരും കൂടെ ഉണ്ടാവും, LN3C - LN. LN3C - LNA. സെറ്റ് അല്ലേ? കുഴപ്പമില്ല. പറ, ഇവിടെ നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. ലോഗിന്റെ LN ഏതിനാണ്? ലോഗ് എന്ന് എഴുതാം. ലോഗ് എന്ത് എഴുതാം? നമ്മുടെ ലോഗ് എന്ത് തന്നെയാണ് മക്കളെ? LN തന്നെയാണ്. കാരണം നമ്മുടെ ബേസ് എന്താണ്? E ആണ്. അപ്പോൾ 2B/3C എന്ന് എഴുതി. അപ്പുറത്ത് പറ, ഇവിടെ ആരൊക്കെയാ? ഇത് രണ്ടും കൂടെ തീരുമാനമായല്ലോ, രക്ഷപ്പെട്ടു അല്ലെ? രണ്ടും തീരുമാനമായി. പിന്നെ ഇത് നമ്മളുണ്ടാവുക. അപ്പോൾ LN3C/2B. 3C/2B സെറ്റ്. അപ്പോൾ നേരെ സുഖമാണ്. അപ്പോൾ എന്താണ്? 2B/3C ഹോൾ സ്ക്വയർ അല്ലെ? 2B/3C ഹോൾ സ്ക്വയർ = 2B/3C ഹോൾ സ്ക്വയർ = 3C/2B. ഓർമ്മകളെ, 2B/3C ഹോൾ ക്യൂബ് അല്ലേ?
2b by 3c all cube equal to 1 okay, which means 2b by 3c value 1 ആണ്. അപ്പോൾ 2b equal to 3c ആണ്. കണക്ഷൻ കിട്ടിയടാ. നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? റേഷ്യോസ് എല്ലാം മക്കളെ ചോദിക്കുന്നത് a:b:c. ഓക്കെ, അപ്പോൾ പിന്നെ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഒരു ഫുൾ ആയി ഇതിനെ ഏതെങ്കിലും ഒന്നിൻ്റെ ടേംസിലേക്ക് എഴുതാം, സീൻ്റെ ടേംസിലേക്ക് എഴുതാം. c is equal എന്ത് കിട്ടി? 2b by 3 ആണ് കിട്ടി. ഓക്കെ, സീന് അപ്പോൾ സീനെ ബീൻ്റെ, അപ്പോൾ എല്ലാവരും ബീൻ്റെ ടേംസ് ഒക്കെ എഴുതാം അല്ല, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, എല്ലാവരും ബീൻ്റെ ടേംസ് ഒക്കെ എഴുതാം. അപ്പോൾ സീനെ നമ്മൾ ബീൻ്റെ ടേംസ് ഒക്കെ എഴുതി. ഇനി എനെയും കൂടെ നമുക്ക് ബീൻ്റെ ടേംസിൽ എഴുതണം. ഓക്കെ, പറ എ എന്താ വരാം? ഒരു കണക്ഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, b² = ac അല്ലേ? b² = ac മക്കളെ. അപ്പോൾ സിക്ക് കിട്ടിയ കണ്ടീഷൻ ഇവിടെ കൊടുക്കണം. അപ്പോൾ b² = a × c. എ നമുക്ക് ഓൾറെഡി അങ്ങനെ തന്നെ നിൽക്കട്ടെ. സിക്ക് പകരം ബീൻ്റെ ടേംസിൽ എഴുതാം 2b by 3. അപ്പോൾ ഒരു ബിയും കട്ടായി. അപ്പോൾ എന്താവും? b = 2a by 3 എന്നാവും. ശരിയല്ലേ? അപ്പോൾ ബിയുടെ വാല്യൂ 2a by 3. നമുക്ക് എനെ ബീൻ്റെ ടേംസിലാണ് എഴുതേണ്ടത്, 3b by 2 എന്ന് എഴുതി. അപ്പോൾ ഞാൻ എനെയും ബീൻ്റെ ടേംസിൽ എഴുതി, ബി പിന്നെ ഓൾറെഡി ബി ആണ്, സിനെയും ബീൻ്റെ ടേം. അപ്പോൾ നമുക്ക് a:b:c എന്ന് പറയുന്ന പകരം എക്ക് പറഞ്ഞ് എന്ത് ചെയ്താൽ 3b by 2. ബി എന്ത് തന്നെയാണ്? ബി ആണ്. സി എന്താ മക്കളെ? സി എന്ന് പറഞ്ഞാൽ 2b by 3. 2b by 3 എല്ലാം ബി കോമൺ ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ 3/2 = 1 എന്ത് വരും? 2/3. എങ്ങനെയാണ് അത് പോകേണ്ടത്? താഴെ ഒന്നും ഇല്ലടാ, താഴെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ വരിക? 6:2:4/3. ഇനി 3 ഒഴിവാണ്. അപ്പോൾ 3 ഒഴിവാണെന്നുണ്ടെങ്കിൽ പറ, 3 ഒഴിവാണെന്നുണ്ടെങ്കിൽ എന്താ വരിക? ത്രൂ ഔട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ എന്താവും? 18:6:4 അല്ലേ? യെസ്. സോ 4 × 3 12 അല്ലേ? 18:6:12 അല്ല, ഇവിടെ 4 തന്നെ അല്ലേ, കാരണം അവിടെ താഴെ 3 ഉണ്ടല്ലോ. അപ്പോൾ 18:6:12 4 മക്കളെ. അപ്പോൾ 18:6:4 എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് 2 വെച്ച് കട്ട് ചെയ്യാം. 9:3:2. കാൽക്കുലേഷൻസ് ഇനി എന്താ തെറ്റിയെന്ന് അറിയില്ലടാ, അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ കാണുന്നില്ല. ഇനി ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നോ എന്നുള്ള അറിയില്ല. മക്കളൊന്ന് നോക്കി വെക്കണടാ. വേറെ കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഒന്നും വരുത്തിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇത് രണ്ടും കട്ടാവുമല്ലോ, ഇത് രണ്ടും കട്ടാവുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തേക്കണം. വേറെ സംഭവങ്ങളൊന്നും ഇല്ലടാ, സാധനങ്ങൾ എത്ര തന്നെ ഉള്ളൂ. കാൽക്കുലേഷൻസ് അങ്ങ് എഴുതിയിട്ട് പിന്നെ ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലും മാറ്റി ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഒന്ന് നോക്കണേ മക്കളെ, ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്തേക്ക് കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോമിൽ നിന്ന് ക്വസ്റ്റ്യൻ. ഓക്കെ, വൈകി 6 എന്ന് പറയുന്നത് മോഡ് സെറ്റ് ആണ്. അതായത് നമ്മളെപ്പോഴും ചെയ്യാറുണ്ട്, ഒരു കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിലേക്ക് ആക്കാൻ നമുക്ക് 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. ഒന്ന് അതിന്റെ r എത്രയെന്നും അതിന്റെ തീറ്റ എത്ര എന്നുള്ളത് അല്ലേ. അത് കാർട്ടീഷ്യൻ ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടത് ഈ 2 പാരാമീറ്റേഴ്സ് ആണ്. സോ r റെപ്രസെന്റ് മോഡ്ലെസ് അല്ലേ, വൺസ് ദാറ്റ് ഇസ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ അറിയാം. ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ തീറ്റ, ആർഗ്യുമെന്റ് എന്നാണ് അതിനെ വിളിക്കാറ്. ഓക്കെ, സോ ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്. ആ കോംപ്ലക്സ് നമ്പറിന്റെ എന്ത് ചോദിക്കുന്നു മക്കൾ? r ഉം തീറ്റയും ചോദിക്കുന്നത് ബേസിക്കലി. അപ്പോൾ എന്താണ്? അതിന്റെ ആർഗ്യുമെന്റും മോഡ്ലെസും എത്രയാണെന്ന് ചോദിക്കണം. ഓക്കെ, ഇത് കുറച്ച് സിംപ്ലിഫിക്കേഷൻസ് ചെയ്യണ്ടാവും. എന്തൊക്കെയാ? 2 മൈനസ് എന്ത് വരുന്നുണ്ട്? 2 മൈനസ് 2i tan θ/2 എന്ന് വരുന്നത് അല്ലേ. ടാൻ എന്താ? tan 5/8 വരുന്നുണ്ട്. ഓക്കെ, സോ മക്കളെ ഇത് നമുക്ക് ഏത് ഫോമിക്ക് മാറ്റണം? പിന്നെ പോളാർ ഫോമിക്ക് മാറ്റണം. പോളാർ ഫോം എന്ന് പറയുമ്പോൾ r × നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, z = r × cos θ + i sin θ. ഇതാണ് നമ്മുടെ പോളാർ ഫോം. ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്താൽ r e⁻iθ എന്ന് എഴുതാം, ഓയിലർ ഫോമിൽ, ഓയിലർ ഇക്വേഷൻ വെച്ചിട്ട്. സോ അങ്ങനെയാണെങ്കിൽ r ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോഡ്ലെസ്. തീറ്റ ആണ് നമ്മൾ എന്ത്? ആർഗ്യുമെന്റ്. ഇതാണ് നമ്മുടെ കാര്യം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? സൈനും കോസും വരണല്ലോ, ടാനെ മാറ്റി പിടിക്കാം. z = 2 മൈനസ് ഈ z ഉം ഈ 2 കൂടെ കൺഫ്യൂഷൻ ആണ്. 2 മൈനസ് 2i sin 5π/8 by cos 5π/8 മക്കളെ. അപ്പോൾ ഇങ്ങനെ എഴുതിക്കോട്ടെടാ. z = ക്രോസ് ചെയ്യും, എന്നിട്ട് അപ്പോൾ ഞാൻ 2നെ പുറത്തും കൂടെ എടുക്കാം. ഈ 2 ടേമിന് 2 ഉണ്ടല്ലോ. അപ്പോൾ 2/cos 5π/8 പുറത്തെടുക്കാം. റെഡിയാണ്. ബാക്കി എന്താ ഉള്ളത്? cos 5π/8 മൈനസ് i sin 5π/8. ഓക്കെ അല്ലേ? cos 5π/8 മൈനസ് i sin 5π. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്തു, പിന്നെ all divided by ഈ സാധനം വന്നു. ആ all divided by ആണ് ഇവിടെ എഴുതി വെച്ചത്. പിന്നെ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടൊരു 2 ഉണ്ട്. ആ 2നെ പുറത്തേക്ക് എടുത്തു. ഓക്കെ അല്ലേ? സെറ്റാണ്, പ്രശ്നമൊന്നുമില്ലല്ലോ. റെഡി, മൂവ് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യം. ഇനി ഇതാ, അപ്പോൾ സാർ നമ്മൾ ആ ഫോമിലേക്ക് എത്തിക്കണം. പക്ഷേ മക്കളെ പ്രശ്നം ഒരു ചോറവിടെ കിടക്കണം. അതാണ് ഇതിന്റെ ട്രിക്കി പാർട്ട്. ഈ സാധനം എന്തല്ല, പോസിറ്റീവ് അല്ല. നമുക്ക് cos 5π/8 5π/8 എന്ന് പറയുമ്പോൾ ഏകദേശം 5/8 എത്ര മക്കളെ? 18/8 അല്ലേ. അപ്പോൾ 18/8 സോറി 180/8 അല്ലേ. 180/8 ചെയ്യുമ്പോൾ ഏകദേശം എന്തായാലും 180/10 ആണെങ്കിൽ 18.
അപ്പോൾ 180/8 ചെയ്യുമ്പോൾ 20 പോയിന്റ് സംതിങ് ഉണ്ടാവുമല്ലോ, 20 പോയിന്റ് സംതിങ് ഉണ്ടാവും. അപ്പോൾ 5 × 20 പോയിന്റ് സംതിങ് നിന്ന് അത് 100ന്റെ പുറത്ത് കയറി. അപ്പോൾ ഈ പറഞ്ഞ പാട്ട് cos 5π/8ന്റെ വാല്യൂ എന്തല്ല, പോസിറ്റീവ് അല്ല. കാരണം നമ്മളിത് 6 പറയണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി പോസിറ്റീവ് അല്ലേ, കാരണം 6 എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ആണ്, ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പോൾ നമ്മൾ ഇതായിരുന്നു ഇതിന്റെ ഐഡിയ. അത് കത്തി ഒരാൾക്ക് ഇത് പ്രോബ്ലം ഫിനിഷ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളത് നെഗറ്റീവിന് അതിന്റെ ഉള്ളിൽ കൊടുക്കണം എന്നുള്ളത് അങ്ങ് കത്തിയാൽ മതി മക്കളെ, പരിപാടി സെറ്റ് ആയിരുന്നു. ഓക്കെ, എന്തായാലും ഞാൻ അത് ചെയ്യാൻ പോവാണ്. അപ്പോൾ cos 5π/8 നിങ്ങൾക്ക് അറിയാം, cos 5π/8 സെക്കൻഡ് ക്വാർട്ടറിലാണ് ഉണ്ടാവുക. അതാണ് 5π/8ന്റെ ആള്. എടാ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണോ ഇതിന്റെ നെഗറ്റീവ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ cos 5/8 കിട്ടുന്ന അതേ ആൻസർ ഇങ്ങനെ പറയാം, നിങ്ങൾക്ക് അറിയണതാവും മക്കളെ. cos 5π/8 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം, cos of 5 - 3π/8 അല്ലേ, അടിയില്ലേ? കാരണം 3π/8 5π/8 കൂടെ ആഡ് ചെയ്താലാണ് പൈ കിട്ടുക. അപ്പോൾ വിച്ച് മീൻസ് cos of 5 - θ മൈനസ് cos θ. അതായത് നമുക്ക് എന്ത് എഴുതാം പറഞ്ഞോളി, cos 5π/8 ഇതിന് പകരം മൈനസ് cos 3π/8 എഴുതാം. അപ്പോൾ നമ്മൾ z എങ്ങനെയാവും വരിക, 2 മൈനസ് cos 3π/8, എന്നിട്ട് ആ മൈനസിന്റെ അടുത്ത് ഒഴിവാക്കും കൂടെ ചെയ്യും. ആ മൈനസിനെ ഉള്ളിൽ കൊടുത്തോട്ടെ മക്കളെ. ആ മൈനസിനെ ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ എന്താവും കാര്യങ്ങൾ വരിക പറ, മൈനസ് cos 5π/8 മൈനസ് പ്ലസ് ആവും i sin 5π/8. റെഡി അല്ലേ, സെറ്റ് ആണ്. ഒന്നും കൂടെ ഭംഗിയാക്കാട കാര്യങ്ങൾ, കാരണം ഹാഫ് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതാം. 2 cos 3π/8 പറഞ്ഞോ, മൈനസ് cos 5π/8 ഇതിന് പകരം എന്ത് എഴുതിയാൽ മതി, cos 3π/8 എഴുതിയാൽ മതി. കത്തി എന്ന് തന്നെ വിചാരിക്കുന്നു മക്കളെ. കാരണം എന്താ, cos of 5π/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഈക്വലാന്ന് കിട്ടിക്കണേ, മൈനസ് cos 3π/8 ഈക്വലാന്ന് കിട്ടിയാണ്. അപ്പൊ എന്താണ്, ഈ മൈനസിന് ഇങ്ങോട്ട് കൊടുത്താൽ തിരിച്ചാലോചിച്ചാൽ പോരെ, റെഡിയാണല്ലോ. അപ്പൊ അതേപോലെ സൈന്റെ കേസിൽ sin of 5 - θ എന്ന് പറഞ്ഞാൽ sin θ തന്നെയാണ്. അപ്പൊ sin 5π/8ന്റെ വാല്യൂ sin 3π/8ന്റെ വാല്യൂ സെയിം തന്നെ ഉണ്ടാവുക. അപ്പോൾ i sin 3π/8. അപ്പൊ അഥവാ മക്കളെ ഇതിനെ 2 sec 3π/8 എന്തും കൂടെ എഴുതാം, e⁻i 3π/8, വിച്ച് മീൻസ് ഇതാണ് നമ്മളെ മോഡുലസ്, ഇതാണ് നമ്മളെ ആർഗ്യുമെന്റ്. സോ 2 sec 3π/8 വരട്ടെ, പിന്നെ ഇത് 3π/8. പക്ക അല്ലടാ, കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പൊ അതേ ഒരു ട്രിക്കി പാട്ട്, അല്ലെങ്കിൽ ഇതിൽ ആകെ ഒരു സാധനം ഉള്ളത് അതിന്റെ എന്താണ് മോഡുലസ് നെഗറ്റീവ്. ഇത് ഒറ്റയടിക്ക് ചെയ്യുമ്പോൾ അത് മോഡുലസിനെ കുറിച്ച് ഒന്ന് ബോധേഡാവും, അത്രേ ഉള്ളൂ. ഇതിൽ വേറെ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. പറയും, ഇൻ വിച്ച് ഇന്റർവൽ ഫോളോയിങ് ദ ഫംഗ്ഷൻ ഇൻക്രീസിങ്, ഏതിലാണ് ഇൻക്രീസിങ് ഡിക്രീസിങ് മക്കളെ, f'(x) കണ്ടാൽ മതി. ഇൻക്രീസിങ് ഡിക്രീസിങ് ആണ് നോക്കാൻ വേണ്ടി f'(x) കണ്ടാൽ മതി. സോ f(x) എന്താണ് പറ, x ഡിവൈഡഡ് ബൈ x² - 6x - 16, x² - 6x - 16. ഓക്കെ അല്ലേ? സോ f'(x) പറഞ്ഞു, f'(x) എന്താ വരാൻ ചോദിച്ചാൽ അല്ലെ പറഞ്ഞു, x² - 6x - 16 അവിടെ വെക്കുക, എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക 1 ആവും, മൈനസ്. ഓക്കെ പോരട്ടെ, എക്സിനവിടെ വെക്കുക 2x - 6 ഓൾ ഡിവൈഡ് ബൈ എന്ത് വരണം, x² - 6x + 16ന്റെ ഓൾ സ്ക്വയർ. മക്കളെ അപ്പോൾ താഴത്താളെ കുറിച്ച് വറീഡ് ആവേണ്ട, താഴത്താളെ എന്തായാലും ഓൾവേസ് സ്ക്വയർ ആണ്, അത് പോസിറ്റീവ് ആവും. അപ്പോൾ മോൾ താളന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി, എന്നാൽ f'(x)ന്റെ സ്റ്റൈൽ കിട്ടും. f'(x) പറ, x² - 6x - 16 വരും, ഇൻറ്റു 1 ചെയ്യല്ല. അപ്പോൾ പിന്നെ അടുത്ത് -2x² വരും, -2x² വരും, -2x² മക്കളെ പ്ലസ് 6x റെഡി, ഓൾ ഡിവൈഡ് ബൈ താഴത്താളെ x² - 6x പ്ലസ് 16. ഞാൻ ഇവിടെ -16 ആയിട്ട് ഇത് ഏതാ, പ്ലസ് മൈനസ് അവിടെ മൈനസ് ഇടാം കേട്ടോ. ഓക്കെ, മൈനസ്. സോ -16 ഓൾ സ്ക്വയർ പറ. അപ്പൊ എന്തൊക്കെ കട്ടാവും, -6x പ്ലസ് 6x കട്ടാവും. അപ്പൊ എത്ര വരാ, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ -x² - 16 ഓൾ ഡിവൈഡ് ബൈ x² - 6x. സെറ്റ് ആയി മക്കളെ, -16 ഓൾ സ്ക്വയർ പറ. മൈനസ് ഓഫ് എഴുതിയാൽ മതിയല്ലോ, x² + 16 ബൈ x² - 6x + 16. എന്ന് ഫാസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ, തീരെ അല്ലെങ്കിൽ വൃത്തി ഉണ്ടാവില്ല ഇതിന്. ഓക്കെ, x² - 6x - 16 ഇനി പറഞ്ഞ ഓൾ സ്ക്വയർ. ഈ സാധനം എന്തായാലും പോസിറ്റീവാ, ഏത് ഈ സാധനം എന്തായാലും പോസിറ്റീവാ, കാരണം ഓൾ സ്ക്വയർ ആണ്. ഇതും മകളെ നോക്ക്, x² + 16 അല്ലേ, x²ന്റെ വാല്യൂ ഓൾവേസ് എന്താ ഉണ്ടാവുക, x²ന്റെ വാല്യൂ ഓൾവേസ് > 0 ഉണ്ടാവുക. x² + 16 എന്തായാലും 16നേക്കാൾ കൂടുതലായിരിക്കും ഉണ്ടാവുക. x ഒരു റിയൽ നമ്പർ ആണെങ്കിൽ, x റിയൽ നമ്പർ ആണ് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ, അത് പിന്നെ പറയണം കേട്ടോ, ഇവിടെ ഉണ്ടാവില്ല, ഒരു മെമ്മറി ബേസ്ഡ് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും പറഞ്ഞു തരുന്നത്, ഇത് എന്തായാലും പോസിറ്റീവാ, ഇതെന്തായാലും പോസിറ്റീവ്, പക്ഷെ പുറത്തൊരു എന്തുണ്ട്, ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ ടോട്ടലി f'(x) എപ്പോഴും നെഗറ്റീവ് ആണ്, f'(x) ഓൾവേസ് <0 ആണ് മക്കളെ. സോ ഇൻക്രീസിങ് ഏതാ, അങ്ങനത്തെ ഒരു നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇത് ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും, ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ അല്ലേ, ഓൾവേസ് ഡിക്രീസിങ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. റെഡി. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. റെഡി മക്കളെ, ഇതാണടാ കോണിക്കാണ്. കോണിക്കിൽ
ടാൻജന്റ് ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ ടാൻജന്റ് ഡിലീറ്റ് ആയെന്ന് പറഞ്ഞു. പക്ഷെ ടാൻജന്റ് ലാസ്റ്റിൽ ആ കോൺസെപ്റ്റ്സ് ഒക്കെ പറഞ്ഞു എടുത്തിട്ട് പഠിപ്പിക്കുന്ന സാധനമാണ് ഇത്. പിന്നെ ഇത് നമ്മളെ കോഡ് ബൈസെക്റ്റിംഗ് ദ ടാൻജന്റ്, സോറി കോഡ് ബൈസെക്റ്റിംഗ് മീൻസ് കോഡിന്റെ മിഡ് പോയിന്റ് തരും. ഓക്കെ, അതിന്റെ ടോപ്പിക്കിന്റെ പേര് എന്താണ്? കോഡ് ബൈസെക്റ്റിംഗ് അറ്റ് ദ ഗിവൺ പോയിന്റ്. ഓക്കെ, അപ്പോൾ കോഡിന്റെ മിഡ് പോയിന്റ് തരുന്ന ടൈപ്പ് മക്കളെ. അപ്പോൾ ഒന്ന് തീരെ ഒരു പരിചയം ഉണ്ടാവും. ഞാൻ ചെറുതായിട്ട് ഇവിടെ ചാരുന്നുണ്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ചെറു പറയാനുണ്ടാവും. നോക്കാം ഞാൻ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പറഞ്ഞില്ല, കുറച്ച് ക്ലൂസേ തരുള്ളൂ. താല്പര്യമുള്ളവർ കോണിക്ക് വർക്ക് ചെയ്യണം. കുറേ ഒന്നും പോകണ്ട മക്കളെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും പഠിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ടാൻജന്റ് പോകാം. പക്ഷേ ടാൻജന്റിനെ കുറിച്ച് ഒരു ബേസിക് ധാരണ കോണിക്കിൽ ഇനി നമുക്ക് സമയമുണ്ട് പഠിക്കാൻ. ഇപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞത് സെറ്റ് ആയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചു വേണ്ടി കേട്ടോ. അപ്പോൾ നോക്ക്, ഇതാണ് നമ്മളെ പരാബോള അല്ലേ. ഞാൻ ഒരു കേസ് പരാബോള y² = 4x വെച്ചിട്ട് പറയാം. y² = 4x വെച്ചിട്ട് പറയാം. ഓക്കെ അല്ലേ, നോക്കണം. y² = 4x പിന്നെ പരാബോള ഉണ്ട്. ആ പരാബോളന്റെ എന്തെന്ന് അതിന്റെ ടാൻജന്റ് അല്ല പറയുന്നത്, ജസ്റ്റ് ഞാൻ അത് വെച്ചിട്ട് കാര്യങ്ങൾ പറയാണ്. നോക്ക്, ഒരു ടാൻജന്റ് സോറി ഒരു കോഡ് ഉണ്ട്. ആ കോഡ് ഒരു പോയിന്റിൽ എന്താണ് ബൈസെക്റ്റ് ആവുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ അത് എക്സ് ആക്സിസിലാണ്, എല്ലായിടത്തും അങ്ങനെ ആയിക്കോളും നിർബന്ധമില്ല കേട്ടോ മക്കളെ. ഈ കോഡ് ബൈസെക്റ്റ് ആണ് പോയിന്റ് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, x1 y1 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ തന്നത്? കോഡിന്റെ ഒരു ഡീറ്റെയിൽസ് ഇങ്ങനെ തന്നില്ല. പകരം എന്താണെന്ന് വെച്ചാൽ കോഡ് ഇന്ന പോയിന്റ് വെച്ച് ബൈസെക്റ്റ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് കോഡ് എന്ന് പറയുമ്പോൾ ഒരു 2 എൻഡ് പോയിന്റ്സും ഏതുമ്പോൾ തന്നെ ആയിരിക്കും, പരാബോളുമ്പോൾ തന്നെ ആയിരിക്കും. അതിപ്പോൾ ഈ സർക്കിൾ മുക്കി ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ. ഓക്കെ, ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാം ടാൻജന്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം. എന്തായാലും പിന്നെ അതാണ് സിറ്റുവേഷൻ. അപ്പൊ ആ പോയിന്റ് ഇങ്ങനെ തന്നിട്ടുണ്ട്. ആ പോയിന്റ് ഇങ്ങനെ തന്നിക്കണമെങ്കിൽ നിങ്ങളോട് എന്ത് കണ്ടെത്താനാണ് പറയുന്നത്? നിങ്ങളോട് കണ്ടെത്താൻ പറയുന്നത് ഈ ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ അല്ല, ആൽഫാ ബീറ്റയിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. പക്ഷേ ആ ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ അറിഞ്ഞാലേ നമുക്ക് ആൽഫാ ബീറ്റയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഒന്ന് ബ്രീഫ് ചെയ്യാം. നമുക്ക് y² = 4x എന്ന് പറഞ്ഞാൽ ഇതുമുള്ള ഒരു പോയിന്റ് ആണ് ആൽഫാ ബീറ്റ. ഓക്കെ, അപ്പോൾ ആൽഫാ ബീറ്റ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. അത് ഓക്കെയാണ്, അതിലുമുള്ള ഒരു പോയിന്റ് ആണ്. പിന്നെ ആൽഫ ബീറ്റ ഓൾസോ ലൈസ് ഇവിടെ ഇതിന്റെ ഈ വിത്ത് മിഡ് പോയിന്റ് ഓഫ് അനദർ. അപ്പൊ ഈ പറഞ്ഞ പരാബോളിന്റെ കോഡിന് ലൈ ചെയ്യുന്നുണ്ട്. നോക്കി, ലൈ ഓൺ ദ കോഡ് വിത്ത് മിഡ് പോയിന്റ്. അപ്പോൾ എന്താ, ആ കോഡിന്റെ എന്താണ് മിഡ് പോയിന്റ്. അപ്പൊ അവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ ഡാറ്റ നമുക്ക് ആവശ്യമില്ല. ആദ്യ കാര്യം നമുക്ക് വേഗം എഴുതാൻ പറ്റൂല. y² = 4x എന്നുള്ള ആൽഫ ബീറ്റ ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ β² = എന്താ മക്കളെ 4α. അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല, അത് വെച്ചിട്ട് അങ്ങനെ എഴുതി പോകാൻ പറ്റും. നമ്മൾ മെയിൻ സാധനം കിടക്കുന്ന x² = 8 സോൾവ് ചെയ്യുന്നിടത്താണ്, അവിടുത്തെ കോഡിന്റെ ഇക്വേഷൻ കണ്ടെത്തുന്നിടത്താണ് കാര്യം പറയാം. അപ്പൊ നോക്ക്, ഞാൻ ഇതിന്റെ തിയറി പറയുന്നത് നേരെ കാര്യത്തിലേക്ക് പറയാം. നോക്ക്, ഇതിന്റെ ഇക്വേഷൻ കണ്ടെത്താൻ t = s1 ആണ് മക്കളെ. അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്താണ് t എന്ന് സാർ? t എന്ന് പറഞ്ഞാൽ ടാൻജന്റ് ഇക്വേഷൻ ആണ്. ഓക്കെ, അതായത് നമ്മൾ എല്ലാ ടൈപ്പിലും, അതായത് സർക്കിൾ എല്ലാ കോണിക്കിനും ടാൻജന്റ് ഇക്വേഷൻസ് എഴുതാറുണ്ട്. എപ്പം t എന്ന് പറയുന്നത് ടാൻജന്റ് ഇക്വേഷൻ, അത് ഞാൻ പറയുന്നത് ടാൻജന്റ് ഇക്വേഷൻ അവൻ ഒരു കണ്ടീഷൻ ഉണ്ട്. ടാൻജന്റ് ഇക്വേഷൻ ആണ് അങ്ങ് പ്രഖ്യാപിക്കല്ല, ടാൻജന്റ് ഇക്വേഷൻ അവൻ ഒരു കണ്ടീഷൻ. ചിലപ്പോൾ അത് കോഡ് ഓഫ് കോണ്ടാക്റ്റിന്റെ ഇക്വേഷൻ ആവും, ചിലപ്പോൾ അങ്ങനെ പലതും. ടി എന്താണെന്ന് ചോദിച്ചാൽ ഇത്ര മനസ്സിലാക്കി. ഇപ്പൊ ഒരു കൺസിഡർ ചെയ്യാം, നമുക്ക് ഇതിനൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യാം. ഇങ്ങനെ എഴുതാം, ഇതാണ് നമ്മുടെ ഹൈപ്പർബോളിന്റെ ഇക്വേഷൻ, സോറി പാരാബോളിന്റെ ഇക്വേഷൻ y² = 4x. അപ്പൊ ടി എന്താന്ന് ചോദിച്ചാൽ എത്രയേ ഉള്ളൂ, ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്. അതിലെ എന്ത് ചെയ്യാം, സെക്കൻഡ് ഡിഗ്രി ടേമിനൊക്കെ y² y1 എഴുതാം. ഫസ്റ്റ് ഡിഗ്രി ടേമിനൊക്കെ എന്ത് എഴുതാം, x + x1/2 എന്ന് എഴുതാം. ഓക്കെ, ഇതിനൊക്കെ ഒരു റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മക്കളെ നമുക്ക് ടാൻജൻസ് കാര്യങ്ങളൊന്നും കൂടുതൽ അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇത് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയാം x² + y സർക്കിളിന്റെ ഇക്വേഷൻ എടുക്കാം. സർക്കിളിന്റെ ഇക്വേഷനിൽ ടി എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം, x² x(x1) എഴുതാം, y² y1 എഴുതാം. 2gx 2gxൽ 2g അവിടെ വെച്ചിട്ട് x ന് വരെ എന്ത് ചെയ്യാം, x + x1/2 എന്ന് എഴുതാം. 2f yക്ക് വരെ എന്ത് ചെയ്യാം, y + y2 എന്ന് എഴുതാം. അങ്ങനെ, അതായത് അപ്പോൾ നിങ്ങൾ ചോദിക്കുക x1 y1 എന്താ? x1 y1 നമുക്ക് തന്ന പോയിന്റ്, അത് ചിലപ്പോൾ ആ തന്ന പോയിന്റ് ആ പറഞ്ഞ കോണിക്കുമ്പോഴാണെങ്കിൽ അപ്പൊ t = 0 എന്ന് പറയുന്നത് ആ ഇക്വേഷൻ ആവും, ടാൻജന്റ് ഇക്വേഷൻ ആവും. അതിങ്ങനെ പലതും മാറി മാറി കളിക്കൂടാ. അപ്പൊ തൽക്കാലം ഞാൻ കാര്യത്തിലേക്ക് അങ്ങ് പറയാം. നോക്ക്, നിങ്ങൾ t എന്ന് പറഞ്ഞാൽ എന്താ ബേസിക്കലി ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോണിക്ക് ഏതാണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോണിക്ക് മക്കളെ x² = 8y ആണ്. x² അപ്പൊ s എന്തെന്ന് പറഞ്ഞിട്ടില്ല, s എന്ന് പറഞ്ഞാൽ ഇതാണടാ. അതായത് ഇപ്പൊ എന്താണോ കോണിക്ക് തന്നത് അതിനെ ഇപ്പൊ = 4x ആണെങ്കിൽ നമ്മൾ = 0 ഫോമിലേക്ക് എഴുതൂലേ, y² - 4x = 0. അപ്പൊ ഈ പാർട്ട് നമ്മൾ വിളിക്കുന്നവരാണ് x അല്ല s. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എലിപ്സിന്റെ ഇക്വേഷൻ x² / a² + y² / b² = 1 ആണെങ്കിൽ എങ്ങനെ അതിന്റെ s എഴുതാം, x² / a² + y² / b² - 1 = 0 എന്നാണ് എഴുതുക. ക്ലിയർ അല്ലേ കാര്യങ്ങളൊക്കെ? അപ്പൊ എന്തായാലും ഞാനിപ്പോ എന്ത് ചെയ്താം, ഇതാണ് നമ്മളെ പരാബോള അല്ലെ. അതിൽ s ആദ്യം എഴുതാം. s എന്ന് പറഞ്ഞാൽ x² - 8y എന്നാണ്.
അപ്പോൾ സാർ S1 എന്താ? S1 എന്താണെന്ന് ചോദിച്ചാൽ ആ പോയിന്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് തന്ന പോയിന്റ് ഏതാ മക്കളെ? 1,5/4. അതിനൊക്കെ റീസൺ പഠിക്കണല്ലോ, അല്ലാണ്ട് ഒരിക്കലും ഈ പ്രോബ്ലം ഇങ്ങനെ ചെയ്ത് പോകല്ലേ. ഇതെനിക്ക് ചെയ്യാൻ വലിയ താല്പര്യത്തിലല്ല ഞാൻ ചെയ്യുന്നത്, അപ്പോൾ ഞാൻ ചെയ്തു പോകണം എന്നുള്ള രീതിയിൽ. പക്ഷെ നിങ്ങൾ പഠിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ നല്ല നൈസായിട്ട് മനസ്സിലാവും. 1 മൈനസ് 8 × 5/4. അപ്പോൾ 8 × 5/4. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് വരിക? അത് രണ്ടും കട്ടാവും, 2 ആവും. അപ്പോൾ S1 പാർട്ട് -9 വരുന്നത് കേട്ടോ. അവിടെ നിൽക്കട്ടെ. ടി നോക്ക്. അപ്പോൾ ഇതാണ് നമ്മളെ x² - 8y ആണ് നമ്മളെ എന്ത് =0 എന്നാണ് നമ്മളെ ഇക്വേഷൻ ആണല്ലോ. x² - 8y എന്നാണ് 0. അപ്പോൾ ഇനി നോക്ക് ടി എങ്ങനെ എഴുതാം? ടി എന്ന് പറയുന്നത് ടി സച്ച് ദാറ്റ് xx1 - 8 × y + y1/2. xx1 + -8 അതായത് സെക്കൻഡ് ഡിഗ്രി ടേമിന് xx1 ആക്കി, ഫസ്റ്റ് ഡിഗ്രി അതിനെ y + y1/2. നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ്. റെഡി? പോയിന്റ് കൊടുക്കട x ഇൻറ്റു ഏതിലൂടെയാണ് ടാൻജന്റ് ആയത്? ഒരട്ടെ 1,5/4 ലൈനോ അല്ലേ? 1,5/4. റെഡി? 1 മൈനസ് ഇത് 4 ആവും, ഇത് രണ്ടും കട്ടാകുമ്പോൾ പിന്നെ എന്ത് വരും? y + 5/4 എന്നാവും. സോ ദാറ്റ് മീൻസ് x - 4y ഇത് രണ്ടും കട്ടാവും -5. ഇതാണ് ടിയുടെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് കോഡ് എന്താ വരിക? ഇക്വേഷൻ ഓഫ് കോഡ് എന്ന് പറഞ്ഞാൽ t = S1 ആണ്. t = S1 എന്ന് പറയുമ്പോൾ x - 4y - 4 = ആരാ മക്കളെ? -9 =-9. അപ്പോൾ ഇതെന്താ? x - 4y + 4 = 0. ഇതാണ് ആരുടെ ഇക്വേഷൻ? കോഡിന്റെ ഇക്വേഷൻ വിത്ത് അതിന്റെ ഗിവൺ മിഡ് പോയിന്റ് നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങൾക്കറിയാം ഇതുമല്ലാണ് ആൽഫ ബീറ്റ ലൈ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മക്കളെ ആൽഫ - 4β + 4 = 0 എന്ന് എഴുതാം. സെറ്റാണ്. ഇനി അതേപോലെ ആൽഫ ബീറ്റ മറ്റ് പാരാബോളമിലും ഉണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ കണ്ടീഷൻ ഉണ്ടാക്കിയിട്ട് β² = 4α എന്ന് എഴുതില്ല. β² = 4α. അപ്പോൾ ഏതെങ്കിലും ഡാറ്റ അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കണം. നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? ആൽഫക്ക് പകരം β²/4 എന്ന് എഴുതാം അല്ലേ? ആൽഫ പകരം β²/4 എന്ന് എഴുതാം. ബീറ്റ സോൾവ് ചെയ്യാൻ നോക്കാം. അതെല്ലാം നല്ല β²/4 - 4β + 4 എന്നാവും =0 എന്ന് വരും. സോ മക്കളോട് പറഞ്ഞ ഇൻറ്റു 4 അടിച്ച ത്രൂ ഔട്ട്. ഇപ്പോൾ β² - 16β + 16 = 0. എന്താണ് ക്വാഡ്രാറ്റിക് ബീറ്റ സോൾവ് ചെയ്യാൻ കഴിയുമോ? ബീറ്റ സോൾവ് ചെയ്യാൻ കഴിയില്ലല്ലോ, കാരണം 8ന്റെ സ്ക്വയർ 64 വരണ്ട. എന്നൊക്കെ എന്താ കാണാൻ പറഞ്ഞ ടേം ഒന്നുകൂടി കൊണ്ടുവന്ന് 8 - β കേട്ടോ, നോക്കി നോക്കാം. 8 - β ഇൻറ്റു ആൽഫ - 28 അല്ലേ? ആൽഫ - 28 ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും. ആൽഫ - 28 = 0. മക്കളെ ഒരു കാര്യം, =0 അല്ല, അത് ഇത് കാണാനാണ് പറഞ്ഞത്. അതിൻ്റെ മോഡുലസ് ആണ് കാണാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു വേരിയബിളിനെ മാറ്റടാ. ആൽഫ പകരം നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? ആൽഫ പകരം ഇവിടുന്ന് വാല്യൂ കൊടുക്കാം. നമുക്ക് ആൽഫ പകരം 4β - 4 എന്ന് എഴുതാം. അങ്ങോട്ട് കൊടുത്ത് 4β - 4. അപ്പോൾ അത് ഒഴിവായി കിട്ടില്ലടാ. 8 - β ഇൻറ്റു ആൽഫ പകരം 4β - 4 - 28 -32 വരില്ല. അപ്പോൾ 8 - β ഇൻറ്റു എന്താ വരിക? 4β - 32 വരിക. 4β - 32 വരും. ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഈ കണ്ടീഷൻ നമ്മുടെ അടുത്തുണ്ട്. ഈ കണ്ടീഷൻ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ബീറ്റ സോൾവ് ആണല്ലോ. β² വരുന്നുണ്ടോ? ഒന്ന് ഉള്ളിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലോ. β² ടേം കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് നോക്കിയാലോ അല്ലേ? പറയടാ. നോക്കി നോക്കാം. അല്ലെങ്കിൽ വലിയ ഹോപ്പ് കുറച്ച് സമയം എടുക്കില്ലെന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നുമല്ല. 4β - 32 വരെ എന്തെങ്കിലും കൊടുക്കാനുള്ളതാ. β² പോവാതെ ചെയ്ത് നോക്കാം മക്കളെ. 8ൻ്റെ ഒപ്പം 8β എന്ന് വരും. 32β വരുമല്ലോ. 32β വരും. യെസ് അല്ലേ? 32β വരും. പിന്നെ 8 × 32 അതവിടെ നിൽക്കട്ടെ. പിന്നെ മൈനസും ഇത് വരുമ്പോൾ -4β² വരും. -4β² വരും. മൈനസും +32β വരും. 32β. അപ്പോൾ 2 32β അല്ലേ? ഈ 4β² എന്തെങ്കിലും കൊടുത്ത് ബീറ്റ സോൾവ് ആയി കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. β² പകരം നമുക്ക് എന്ത് കൊടുക്കാം? -16 പുറത്തെടുക്കാം അല്ലേ? നമുക്ക് β² പകരം ഞാൻ എന്ത് കൊടുക്കാം? β² പകരം 16β - 16 കൊടുക്കാം കേട്ടോ. 16β - 16 കൊടുക്കാം. ഇപ്പോൾ 32β - 8 × 32 അത് പിന്നെ -4 ഇൻറ്റു എന്ത് വരും? 16β - 16 എഴുതാം. 16β - 16 എഴുതാം +32β അല്ലേ? മക്കളെ അതങ്ങനെ പറയാൻ കാരണം കൂടെ ഉണ്ട്. നോക്കടാ, ഇവിടെ ശ്രദ്ധിക്കും. അങ്ങനെ പോകുമ്പോൾ സിംപ്ലിഫൈ ആയി വരുന്നുണ്ട്. കാരണം ഇവിടെ 4 × 16β അല്ലേ? 4 16 64 അല്ലേ? ഇത് രണ്ടും 64 അല്ലേ? അപ്പോൾ ഇതും കൂടെ കട്ടാവും. പിന്നെ നമ്പറേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്ര? -8 × 32 ഉണ്ടാവും. +4 × 16 ഉണ്ടാവും. 8 32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16ലേക്ക് മാറ്റിയാലോ? അതായത് -16
16 ഉണ്ട് അല്ലെ, ഒരു 2 വിടുക്ക് കൊടുക്കുക, പ്ലസ് 4 16 ഉണ്ട്. അപ്പോൾ -12 16, -12 16 ആണ് നമ്മുടെ ആൻസർ. അതിന് മോഡുലസും കൂടെ എടുക്കാണ്ടതാ. -12 അപ്പോൾ 16 × 12 16 × 12 എന്ന് പറയുമ്പോൾ അല്ലേ, കറക്റ്റ് അല്ലേ? ഒന്നുകൂടെ അതന്നല്ലേ, ഇവിടെ -16 16, ഇവിടെ 4 16, അപ്പോൾ -12 16, -12 16 എന്ന് പറയുമ്പോൾ 160 192 ആണോ? മോഡുലസ് എടുത്തപ്പോഴാണ് നെഗറ്റീവ് പോയത്. ഒരു മോഡുലസ് ഉണ്ട് അവിടെ. ഓക്കെ, റെഡി. 92 ഓപ്ഷൻ ഉണ്ട്, ഒരു മോഡുലസ് ഉണ്ട്. അതുകൊണ്ടാണ് കാൽക്കുലേഷൻ കുറച്ച് ഹെക്റ്റിക് ആണ് മക്കളെ. ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു പ്രോബ്ലം അല്ല അത് ചെയ്യാൻ. ഓക്കെ, റെഡി. അറിയാമെങ്കിൽ മാത്രം മൂവ് ചെയ്യാൻ പറ്റിയ സാധനം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായാലും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. യുവും വിയും യു തന്നിട്ടുണ്ട്. യുവിനെ പറഞ്ഞു തന്നിട്ടില്ല. യു എന്ന് പറഞ്ഞൊരു വെക്റ്റർ ഉണ്ടെന്ന് പറഞ്ഞേക്കണം. പിന്നെ ആ വെക്റ്റർ ഇവരൊക്കെയായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾസ് മക്കളെ തന്നിട്ടുണ്ട്. വിയും അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ തന്നിട്ടുണ്ട്. ചോദിക്കുന്നത് മോഡുലസ് ഓഫ് യു മൈനസ് വി ആണ്. ഓക്കെ, ഏറ്റവും നല്ല അപ്രോച്ച് ഇതാ. മോഡുലസ് ഓഫ് യു മൈനസ് വി അല്ലേ മക്കളെ ചോദിച്ചത്? മോഡുലസ് ഓഫ് യു മൈനസ് വി ചോദിക്കുമ്പോൾ നമുക്ക് ഇത് ചെയ്യാം, അതിന് സ്ക്വയർ ചെയ്യാം. കാര്യങ്ങൾ മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടേംസിലേക്ക് വേഗം പോകാം. കാരണം യു എന്ന് പറഞ്ഞ സാധനം എന്ത് പറഞ്ഞിട്ടാ, യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ മോഡുലസ് 1 ആയിരിക്കും. പിന്നെ ഇതിന്റെ വെക്റ്റർ വി അറിയണോണ്ട് വേഗം അത് അങ്ങോട്ടേക്കും പോകാൻ പറ്റും. അപ്പൊ എപ്പോഴും ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ നമ്മൾ ചെയ്യാറ് സ്ഥിരമായിട്ട് അത് തന്നെയാണ്. പിന്നെ യു അടുത്തൊരു ഓപ്ഷൻ യുവും വിയും കൂടെ കണ്ടെത്തിക്കാണ്ട് അങ്ങോട്ട് പോവാം. അതും പറ്റയൊന്നുമില്ല. യുവിനെ ഓരോ ഡോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാം, കണ്ടെത്തിക്കാണ്ട് കാണാൻ പറ്റും. ഞാൻ ആദ്യം ഇങ്ങനെയാണ് പോവാം, അതായത് വേഗം തീരുമല്ലോ. കാരണം വെച്ചാൽ മോഡ് യു സ്ക്വയർ ഓർമ്മണ്ടേ, എ ഡോട്ട് നമ്മൾ പറയാറുണ്ട് എ പ്ലസ് ബിന്റെ മോഡുലസിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ പ്ലസ് 2 ടൈംസ് എ ഡോട്ട് ബി അല്ലെ. അപ്പൊ അതേപോലെ മോഡ് യു സ്ക്വയർ മോഡ് വി സ്ക്വയർ പിന്നെ -2 ടൈംസ് യു ഡോട്ട് വി എന്നാവും. സെറ്റ് അല്ലേ? കാര്യങ്ങളൊക്കെയാണ്. മോഡ് യു സ്ക്വയർ 1 ആണ് മക്കളെ, കാരണം യൂണിറ്റ് മോഡുലസ് ആണ്. അപ്പൊ അതൊക്കെയാണ്. പിന്നെ വിയുടെ മോഡുലസ് വേഗം കാണണം. വിയുടെ മോഡുലസ് പറയുമ്പോൾ ഒക്കെ 1/√. അപ്പൊ റൂട്ട് ഓഫ് എന്ത് വരും, റൂട്ട് ഓഫ് 1/2 പ്ലസ് 1/2 പ്ലസ് 1/2, അപ്പൊ 3/2 എന്ന് വരും. അപ്പൊ ആൻസർ അല്ലെ, അപ്പൊ 3/2 എന്ന് വരും. റൂട്ട് ഓഫ് 3/2. ഓക്കെ, ഇനി യു ഡോട്ട് വി കണ്ടാൽ മതി. നോക്കി യു ഡോട്ട് വി എന്താ വരാം, യു ഡോട്ട് വി കൂടെ ഉണ്ടാവും 2 × യു ഡോട്ട് വി. യു ഡോട്ട് വി എന്ന് പറഞ്ഞാൽ ഇതല്ലേ വരിക. യു ഡോട്ട് വി എന്ന് പറഞ്ഞാൽ നോക്ക്, യു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് ആണ്, മറ്റേ 1/. അപ്പൊ നോക്ക് മക്കളെ 1/√2. അപ്പൊ ഇത് ഇങ്ങനെയല്ലടാ, x/√2 പ്ലസ് y/√2 പ്ലസ് z/√2 ആണ് യു ഡോട്ട് വി. പക്ഷെ എക്സും വൈയും സെഡും അറിയില്ല. അപ്പൊ നമുക്ക് അതിനാണ് വേറെ കണക്ഷൻ തന്നത്. ഇവർ തമ്മിലുള്ള ആംഗിൾ, അതായത് ഈ പറഞ്ഞ ആളും മേക്ക് ചെയ്യുന്ന ആംഗിൾ π/2 എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ ആ ഇത് യൂസ് ചെയ്യാൻ പോകണം. അതായത് നമ്മൾ കോസ് തീറ്റ കാണാൻ പോവാണ്. ആംഗിള് കോസ് തീറ്റ ഈക്വൽ എങ്ങനെയാടാ, യു ഡോട്ട് അല്ലെങ്കിൽ നമ്മൾ എ ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി. സെറ്റാണ്, ഓക്കെ ആണ്, കാര്യങ്ങളൊന്നും കുഴപ്പമില്ലല്ലോ. റെഡി. അപ്പൊ നോക്ക്, ഇവിടെ കോസ് തീറ്റ നിങ്ങൾക്ക് തന്നിട്ട് ഉണ്ട്, തീറ്റ നിങ്ങൾക്ക് തന്നിട്ട് കോസ് തീറ്റ നിങ്ങൾക്ക് കാണാൻ പറ്റും, എ ഡോട്ട് ബി നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ മോഡ് എ, അവിടെ യു ആണ് എ എന്ന് പറയുന്ന സാധനം. അപ്പൊ മോഡ് എ യു 1 ആണ്. പിന്നെ മറ്റേത് മോഡുലസ് എന്താ വെച്ചാൽ അത് കണ്ടാൽ മതി. കൂടുതലടാ, അന്ന് ആദ്യം എഴുതാവുന്ന ഫസ്റ്റ് ഇക്വേഷൻ ആണ് കോസ് π/2 ഈക്വൽ ടു അല്ലെ, യു എന്ന് പറയുമ്പോൾ യു. അപ്പൊ ഞാൻ പെട്ടെന്ന് എഴുതാം മക്കളെ, യു ഇതാണ്, ഇതിനായിട്ടാണ് ഡോട്ട് എടുക്കുന്നത്. അപ്പൊ ഐയും കെയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം x/√2 ഉണ്ടാവും, അതേപോലെ z/√2 ഉണ്ടാവും. സെറ്റാണ്. താഴെ എയുടെ യുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, ബിയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കണ്ട. റൂട്ട് ഓഫ് 1/2 ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ മക്കളെ. അപ്പൊ 1/2 പ്ലസ് 1/2 1 ആവും. അപ്പൊ പിന്നെ സുഖമായി, അതിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് 1 ആണ്. അപ്പൊ സീനില്ല. പിന്നെ കോസ് π/2 0 അല്ലേ മക്കളെ. അപ്പൊ എന്തായാലും ഫസ്റ്റ് കണക്ഷൻ കിട്ടിയിടാ, x/√2 പ്ലസ് y/√2 ഈക്വൽ ടു 0. അതൊരു ഫസ്റ്റ് കണക്ഷൻ. റെഡി. ഇനി അടുത്ത 2 കണക്ഷൻസും കൂടെ ഉണ്ടാക്കാം. ഇനി നോക്കി ഞാൻ ഫാസ്റ്റ് ആക്കാം. കോസ് π/3 എന്നാണ് എഴുതേണ്ടത്. ഇവിടെ കോസ് π/3 എന്ന് എഴുതേണ്ടത്. ഇവിടെ എഴുതുമ്പോൾ ഇവിടെ മക്കളെ വൈയും അതേപോലെ സെഡും ആവും ഉണ്ടാവുക. പിന്നെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 തന്നിട്ടുണ്ട്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നേരത്തെ പോലെ തന്നെ 1 തന്നെ വരിക. അപ്പൊ ഞാൻ എഴുതാണ്. അപ്പൊ എല്ലാവരും നോക്കിക്കോ, കോസ് π/3 1/2 ഈസ് ഈക്വൽ ടു എഴുതിക്കോ. എക്സ് ആരൊക്കെയാണ് ഉള്ളത്, ഐയും ജെ, ഇവിടെ ജെയും കെയും ആണുള്ളത്. അപ്പൊ ആരൊക്കെ ഉണ്ടാവുക, y/√2 പ്ലസ് z/√2 എന്നാണ് ഉണ്ടാവുക. റെഡി. ഫസ്റ്റ് സെക്കൻഡ് ഇക്വേഷൻ. ഇനി അടുത്തത് എന്ത് വരാണ്ട്, ഇത് വരാണ്ട്, ഏത് വരാണ്ട്, 2π/3 വരാണ്ട്. അപ്പോൾ cos 2π/3 എന്ന് പറഞ്ഞാൽ -1/2 ആണ്. പിന്നെ ഇതും കൂടെ ഡോട്ട് എടുക്കാനുള്ളത്. അപ്പോഴും താഴത്തെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 തന്നെയല്ലേ വരാള്. അപ്പോൾ അപ്രാവശ്യം ആരൊക്കെ ഉണ്ടാവുക, പ്രാവശ്യം എക്സും വൈയും ആണ് ഉണ്ടാവുക. -1/2 ഈസ് ഈക്വൽ ടു x/√2 പ്ലസ് y/√2. മക്കളെ കത്തിയോ അതിന്റെ പാറ്റേൺ നോക്ക്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത എങ്ങനെ കിട്ടുക, 2 ടൈംസ് x/√2 പ്ലസ് y/√2 പ്ലസ് z/√2. ഈ 3 ഇക്വേഷൻസ് ഒന്ന് ആഡ് ചെയ്ത് നോക്ക്. 1 2
3. ഈ 3 ഇക്വേഷൻസ് ആഡ് ചെയ്ത് നോക്കുക. മൂന്നിൻ്റെ മറ്റേ രണ്ടിൻ്റെ RHS ഇതിൻ്റെ LHS കൂടെ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാത്തിലും ഇതാവും വരും. അപ്പോൾ ആഡ് ചെയ്ത് അപ്പോൾ 2 ടൈംസ് ആവും ഉണ്ടാവും. RHS ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവില്ല 0 അല്ലേ, കാരണം 0 + 2 +1/2 -1/2. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോർഷൻ ആൻസർ എത്രയാണ്? 0 എന്നുള്ളത് കിട്ടി. അപ്പോൾ ഈ പോർഷൻ ആൻസർ ആണെങ്കിൽ ഈ ടേം അങ്ങോട്ട് 0 ആയിട്ടുണ്ടാവും മക്കളെ. ഈ ടേം 0 ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ആൻസർ വരിക ഇതാ വരിക. ഒരു കാര്യം നമ്മൾ ചെയ്തില്ല അല്ലേ, ഇവിടെ സോറി സ്ക്വയർ ചെയ്യാനുള്ള. അപ്പോൾ 3/2 എന്നല്ലേ വരിക. സെറ്റാണോ? കാരണം എന്താ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് √3/2 അല്ലേ. നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വിയുടെ മാഗ്നിറ്റ്യൂഡാണ് എന്ത് 1/√2 + 1/√2 അതിന് 1/2 + 1/2 + 1/2 3/2. അതിന് റൂട്ട് എടുക്കുമ്പോൾ √. പക്ഷേ അതിന് എന്ത് ചെയ്യണം മക്കളെ? സ്ക്വയർ ചെയ്യണം. അപ്പോൾ 3/2. അപ്പോൾ ഈ ടേം അങ്ങോട്ട് 0 ആയി പോയിണ്ടാവും. അപ്പോൾ അത് 1 + 3/2 5/2 5/2ന് റൂട്ട് ഇടാം √5/2. ഓക്കെ അല്ലേ, റെഡിയാണ്. സോ അടുത്തതിലേക്ക് വരിക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The first term of a non-constant GP, ഒരു GP ഉണ്ടടാ, ആ GPന്റെ നോൺ കോൺസ്റ്റന്റ് ആണ്, മീൻസ് ഇതായിപ്പോ ചേഞ്ച് ആയിക്കൊണ്ട് നിൽക്കുന്നതാണ്. GP ആണ്. അതിന്റെ ഫസ്റ്റ് ടൈം മക്കളെ തന്നിട്ടുണ്ട് 8 1/8 തന്നിട്ടുണ്ട്. 1/8 തന്നിട്ടുണ്ട്. പറ. ആൻഡ് എവറി ടൈം ഈസ് AM ഓഫ് നെക്സ്റ്റ് ടു. ഓക്കെ. ഓരോ ടേമും അടുത്ത 2 ടേമിന്റെ AM ആണ്. അതായത് ഇപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് സെക്കൻഡിന്റെയും തേർഡിന്റെയും AM ആണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് തേർഡിന്റെയും ഫോർത്തിന്റെയും AM ആണ്. അപ്പോൾ അതായത് മക്കളെ ഓരോ ടേമും തൊട്ട് മുന്നിലുള്ള 2 ടേംസിന്റെ AM ആണ്. അതായത് ഇങ്ങനെയല്ലടാ, ഈ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് ഇവിടെ എഴുതാം. A = നമുക്ക് 6 സോൾവ് ചെയ്യാനുള്ള ഡാറ്റയാണ് അത് കേട്ടോ. A = എന്താണ് അടുത്ത 2 ടേം ആരൊക്കെയാ? ARഉം AR² അതിന്റെ /2 അല്ലേ. ഓർമ്മയുണ്ട് AM എങ്ങനെ A + B/2 അല്ലേ, GM √AB. മക്കളെ ഇനിയിപ്പോൾ AR എങ്ങനെ എഴുതാം? AR എഴുതുമ്പോൾ AR² AR³ കൂടെ AM. റെഡിയാണല്ലോ. അപ്പോൾ ആ രീതിയിൽ അതെല്ലാം സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങോട്ട് അങ്ങനെ എത്തടാ. എല്ലാം കോമൺ ആയിട്ട് മക്കളെ A കട്ട് ചെയ്യും 2നെ കൊണ്ട് 2 = R + R² എന്ന് വരും. അപ്പോൾ എന്താ വരിക? R² + R - 2 = 0 അല്ലേ. പറഞ്ഞോ, ഗുണിച്ചാൽ -2 കൂട്ടിയാൽ +1 നമ്പേഴ്സ്. യെസ്, നമ്പേഴ്സ് വരുന്നത് മക്കളെ +1 +2 -1. ശരിയല്ലോ. ഓക്കെ, +2 -1. അപ്പോൾ എന്താ R + 2 × R - 1 വരും. റെഡി അല്ലേ. അപ്പോൾ ആറിന്റെ വാല്യൂ മക്കളെ 1ഉം 2ഉം 1 എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം 1 എടുക്കാൻ പറ്റും നോൺ കോൺസ്റ്റന്റ് GP. എനിക്ക് ഈ വാക്കിലൊരു സുഖം തോന്നിയില്ല. 1ന് പ്രശ്നം വെച്ചാൽ എല്ലാ ടേമും അത് തന്നെ ആവും. അപ്പോൾ പിന്നെ ആ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യും, അതൊക്കെ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. പക്ഷേ 1 വേണ്ട. അതിൽ നമ്മൾ യഥാർത്ഥ ക്വസ്റ്റ്യൻ എന്തെങ്കിലും കുറച്ചും നല്ല ഡാറ്റ ഉണ്ടാവും ഞാൻ വിചാരിക്കുക. 1, -2 അതിൽ 1 ഓപ്റ്റ് ചെയ്യുന്നില്ല. 1 ഓപ്റ്റ് ചെയ്താലുള്ള പ്രശ്നം എന്താ, GPയിൽ എല്ലാ ടേംസും ഒരേപോലെ ഉണ്ടാവും. 1/8 1/8 1/8 1/8 എന്നുള്ള രീതിയിലാവും വരും. ഓക്കെയാണ്, റെഡി. അപ്പോൾ അങ്ങനെ GP ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ഓപ്ഷൻ ഇതാവില്ല, നോൺ കോൺസ്റ്റന്റ് ആവില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. നോക്കാം. അപ്പോൾ എന്തായാലും ആറിൻ്റെ വാല്യൂ എന്തെടുക്കാം? 2 എടുക്കാം. ആറിൻ്റെ വാല്യൂ 2 എടുക്കാം. പിന്നെ ഈ സമ്മേഷൻ എന്ന് ചോദിച്ചാൽ സിഗ്മ ഏത് മുതൽ ഏത് വരെ? സിഗ്മ R = ഇത് മുതൽ ഇത് വരെ TR = ഏത് മുതൽ ഏത് വരെ? 1 തൊട്ടിട്ട് 20 വരെ TR, അഥവാ ഫസ്റ്റ് 20 ടേംസിന്റെ സമ്മ് മക്കളെ എന്ത് ചെയ്യാൻ പറഞ്ഞാടാ? ഫസ്റ്റ് 18 ടേംസിന്റെ സമ്മ് കുറയ്ക്കാൻ പറയണം. അതാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ 20 ടേംസിന്റെ സമ്മ് ഫസ്റ്റത്തെ 18 ടേംസിന്റെ സമ്മ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ ബാക്കി ഉണ്ടാവുക 19ാമത്തെയും 20ാമത്തെയും ടേം ആണ് ഉണ്ടാവുക. റെഡി അല്ലേ, ക്ലിയർ ആണ് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ 19ാമത്തെ 20ാമത്തെ ടേമിനാണ് നമ്മൾ കാണാൻ പോകുന്നത്. നോക്ക്, ഫസ്റ്റ് ടേം നമുക്ക് 1/8 ആണെന്ന് അറിയാം. അപ്പോൾ 19ാമത്തെ ടേം ആകുമ്പോൾ 1/8 × -2^18 എന്ന് വരും. റെഡി അല്ലേ. അപ്പോൾ ആൻസർ ഇത് 2³ ആണ്. ഇതേപോലെ കട്ടാവും 2^15 ഉണ്ടാവും. അതേപോലെ 20ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ മക്കളെ 1/8 × -2^19 എന്നാണ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് 2³ ആണ്. അപ്പോൾ ഇത് -2^16 എന്നാണ് ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മളെ സമ്മേഷൻ വരിക. ഒന്ന് 2^15 -2^16. നിങ്ങൾക്ക് അറിയില്ലേ ഇതിന്റെ ഡബിൾ ആണ് ഇതെന്ന്, സോറി ഇതിന്റെ ഡബിൾ ആണ് ഇതെന്ന് അറിയാലോ. അപ്പോൾ ഇതിൽ നിന്നും ഇത് കുറച്ചാൽ പിന്നെ ആരവും ബാക്കിയാവുക? ഇത് ഒരു വട്ടം ബാക്കിയാവില്ലടാ. ക്ലിയർ ആണെന്ന് വിചാരിക്കും കേട്ടോ. റെഡി ആയത് മക്കളെ കിട്ടിയിട്ടില്ല. അതായത് ഇതിപ്പോൾ ഇതിന്റെ ഡബിൾ അല്ലേ ഇടാത്ത, ഇതിന്റെ അപ്പോൾ തിരിച്ചാലോചിക്കും എന്താ ഇതിന്ന് ഇത് കുറച്ച് എന്താ ബാക്കിയാവുക? അതിന് മീൻസ് ഇതിന്റെ പകുതി അഥവാ ഇതാവും ബാക്കിയാവുക. റെഡി. ഇപ്പം നെഗറ്റീവ് ചിഹ്നം ഉണ്ട്, അതുകൊണ്ട് റെഡി. -2^15 വരും. റെഡിയാണ്, കാര്യങ്ങൾ ഓക്കെ എന്ന് വിചാരിക്കും, കുഴപ്പമില്ല. യെസ്, പറയണം. അടുത്തിലേക്ക് വരും. ദ മീൻ ഓഫ് 5 ഒബ്സർവേഷൻ. മീനാണ് മക്കളെ നമ്മൾ സ്റ്റാറ്റിക് അല്ലേ. മീൻ ഓഫ് 5 ഒബ്സർവേഷൻ 24/5. വേരിയൻസ് തന്നിട്ടുണ്ട്, മീനും തന്നിട്ടുണ്ട്, വേരിയൻസ് തന്നിട്ടുണ്ട്. ഓക്കെയാണ്, മീനും വേരിയൻസും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന കാര്യം നോക്ക്, ഇഫ് ദ മീൻ ഓഫ് ഫസ്റ്റ് 4 ഒബ്സർവേഷൻസ്, ആദ്യത്തെ 4 ഒബ്സർവേഷൻസിന് മീനും ഓക്കെ. ഫൈൻ. അപ്പോൾ 5 ഒബ്സർവേഷൻസിന് മീനും വേരിയൻസും തന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ 4 ഒബ്സർവേഷന്റെ മീൻ ഇത്രയെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4 ഒബ്സർവേഷന്റെ വേരിയൻസ് എത്ര വെച്ചാൽ അപ്പോൾ 5ാമത്തെ എലമെന്റ് ഏതാണെന്നുള്ള കണ്ടെത്തുന്നിടത്താണ് കാര്യം. അപ്പോൾ നോക്ക്, മീൻ നമുക്ക് അറിയണമല്ലോ, 5 xi/n ആണെങ്കിൽ അല്ലേ, xi/n ആണെങ്കിൽ 24/5.
അപ്പോൾ പറ ആദ്യത്തെ 5 ആൾക്കാരതാണ്. അപ്പോൾ ആദ്യത്തെ 5 ആൾക്കാരത് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം? ബൈ 5 ചെയ്യണം കേട്ടോ, ബൈ 5. അപ്പോൾ ആദ്യത്തെ 5 ആൾക്കാരെ സം എത്രയെന്ന് ചോദിച്ചാൽ 24ആണ്. ഓക്കെ, പിന്നെ മറ്റോട്ട് നിന്ന് ആദ്യത്തെ 4 ആൾക്കാരെ സം ഒരു തന്നിക്കണം. ആദ്യത്തെ 4 ആൾക്കാരെ മീൻ ഒരു പറഞ്ഞു തന്നിക്കണം. ആദ്യത്തെ 4 ആൾക്കാരെ മീൻ എത്ര? 7/2 എന്ന് പറഞ്ഞു തന്നിക്കണം. വിച്ച് മീൻസ് എന്താണടാ? ആദ്യത്തെ 4 ആൾക്കാരെ സം എത്രയെന്ന് ചോദിച്ചാൽ മക്കളെ 14 അല്ലേ ഉണ്ടാവുക. റെഡി? വിച്ച് മീൻസ് ഫിഫ്ത്ത് ഡാറ്റ എന്ന് പറയുന്നത് 10ആണ്. കത്തിയെന്ന് വിചാരിക്കണേ. അതായത് ഞാൻ എന്ത് ചെയ്തു? 2 മീൻ യൂസ് ചെയ്തിട്ട് ആദ്യത്തെ 5 ആൾക്കാരെ സമ്മും ആദ്യത്തെ 4 ആൾക്കാരെ സമ്മും കണ്ടു. അപ്പൊ പിന്നെ മക്കളെ ആദ്യത്തെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആരോ ബാക്കി ഉണ്ടാവുക? 5ാമത്തെ ഡാറ്റ എന്താണോ അതല്ലേ ഉണ്ടാവുക. സെറ്റാണ്. അപ്പോൾ 5ാമത്തെ ഡാറ്റ 10 കിട്ടി. ഇനി നമുക്ക് അത് കിട്ടിയാലേ നമുക്ക് വേരിയൻസിലേക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം ഇനി സ്ക്വയർ വേരിയൻസ് എങ്ങനെയാണ്? വേരിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ xi സ്ക്വയർ അല്ലേ ബൈ n മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ആണ് വേരിയൻസ് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഡാറ്റ വെച്ച് നമ്മൾ വേരിയൻസ് കാണാം. 194/25 ആണ് വേരിയൻസ് തന്നത്. പിന്നെ ടോട്ടൽ ഡാറ്റാസിന്റെ സമ്മ് നമുക്ക് അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഈ പണികൾ ചെയ്യുന്നത്. പിന്നെ എണ്ണം 5ആണടാ. പഴയ മീൻ മക്കളെ 24/5 ആണ്. 24/5ന്റെ ഇത് 196 അല്ലേ 24 അല്ല 576/25 എക്സ് ബാർ സ്ക്വയർ അല്ലേ. എക്സ് ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ചെയ്യുമ്പോൾ 24. ഓക്കെ, പറഞ്ഞോളാം. സിഗ്മ xi സ്ക്വയർ ബൈ 5ന്റെ വാല്യൂ എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുക മക്കളെ. 194ഉം 576ഉം കൂടെ ആഡ് ചെയ്യണം. 580ഉം 770/25 അല്ലേ. ഇതിനെ കട്ടാകുമ്പോൾ 5 ഉണ്ടാവുക. 770 പോകുമ്പോൾ 1 വരും, ബാക്കി 2. 27 5 വരും, ബാക്കി 2. 20 4 വരും അല്ലേ. 184. അപ്പോൾ ടോട്ടൽ 5 ആൾക്കാർ സം എത്രയെന്ന് ചോദിച്ചാൽ 184. പക്ഷെ 5ാമത്തെ ആൾ എത്ര നമുക്കറിയാം? 10 അറിയാം. അപ്പോൾ നമുക്ക് 4 ആൾക്കാരെ സം എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ 4 എഴുതിയ 4 ആൾക്കാരെ സം ആട്ടോ. 4 ആൾക്കാരെ സം എത്രയെന്ന് ചോദിച്ചാൽ 184 നിന്ന് മീൻസ് എന്ത് 4 ആൾക്കാരെ സം അല്ല, 4 ആൾക്കാരെ സ്ക്വയർ ചെയ്തിട്ടുള്ള സം. സ്ക്വയറിലെ സം xi സ്ക്വയറിന്റെ സം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവില്ല കേട്ടോ. ഉദ്ദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അതായത് 5 ആൾക്കാർ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ 184 ആണ്. 5ാമത്തെ ആൾ 10 അറിയാം. അപ്പോൾ 4 ആൾക്കാർ ഇത് കാണാൻ പോവാണ്. 4 ആൾക്കാരെ സ്ക്വയർ ചെയ്തിട്ട് കാണുന്ന സമയത്ത് അത് 184 എന്ത് കുറച്ചാൽ മതി? അയാളെ കുറച്ചാൽ മതി. വിച്ച് മീൻസ് 54 ആയിരിക്കും ആ 4 ആൾക്കാർ സ്ക്വയർ. അപ്പോൾ സിഗ്മ വേരിയൻസ് ന്യൂ കാണാൻ പോവാണ്. അപ്പോൾ ഓരോ സമ്മ് 54 ആണ്, ഒരെണ്ണം 4 ആണ്. ഓരോ മീൻ നമുക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്രടാ 7/2 ആണ് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ മക്കളെ 7/2 സ്ക്വയർ 49/4. സോ ദ ആൻസർ ഈസ് എത്രടാ? 5/4. ഓക്കെ, 5 അല്ല 5/4. മീനാണ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ചോദിച്ചത്. സോറി, വേരിയൻസ് ആണ്. വേരിയൻസ് അപ്പോൾ 5/4. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ √5/2. ഓക്കെ, ക്ലിയർ അല്ലേ? കുഴപ്പമില്ല. റിമൈൻഡർ പോലെ വന്നു അല്ലേ. റിമൈൻഡർ പോലെ എന്ത് സന്തോഷം. ഓക്കെ, 64 കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നാലും വിചാരിച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 64/32 ഇതല്ലേടാ പ്രോബ്ലം. ഓക്കെ, എന്ത് ചെയ്യാം മക്കളെ? അല്ല ഇതിന്റെ പവറിലാട്ടോ, അങ്ങനല്ല, ഇങ്ങനെയാണ്. ഒന്നും സീനില്ലടാ. 32ന്റെ പവറിലാണ് 32. ഓക്കെ, ഒറ്റ കാര്യം നോക്കിയാൽ പോരെ. എന്താണ് ഇതിന് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. കുറേ വട്ടം 64 മൾട്ടിപ്ലൈ ഉണ്ട്. എത്ര വട്ടം 64 മൾട്ടിപ്ലൈ ഉണ്ട്? ഇത്ര വട്ടം 64 മൾട്ടിപ്ലൈ ഉണ്ട് അല്ലേടാ. ഇത്രയും വട്ടം 64 മൾട്ടിപ്ലൈ ഉണ്ട്. അപ്പോൾ 64 അങ്ങനെ കുറേ കാലം 64 മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആണ് ചോദിച്ചത്. നമുക്കറിയാം കുറേ ഗുണിച്ചിട്ട് ഗുണിച്ചിട്ട് കിട്ടിയ ആൻസറിനെ ഡിവൈഡ് ചെയ്യുന്നതും ഓരോന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറും തമ്മിൽ ഗുണിച്ചാലും ആൻസർ സെയിം ആവും. അപ്പോൾ 64 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര? 1 ആണ്. ഓക്കെ, കാരണം 63 ഡിവിസിബിൾ അല്ലേടാ. അപ്പോൾ ഇതിൽ ഓരോ ആളുകളും മക്കൾ 6 കൊണ്ട് ഡിവിസിബിൾ ആണെടാ. ഡിവിസിബിൾ റിമൈൻഡർ എല്ലാത്തിനും എന്താ കിട്ടുക? 1 ആണ്. അപ്പോൾ 1 ഇങ്ങനെ ഗുണിക്കാണോ, കുറേ വട്ടം ഗുണിക്കാണോ, എന്തായാലും ഇത്ര വട്ടം ഗുണിച്ചാൽ ആൻസർ തന്നെ 1 ആണ്. റിമൈൻഡർ 1 അല്ലേ. ഇത് സന്തോഷം കണ്ടോ? സന്തോഷം ഉണ്ടാവും. എങ്ങനെ ഏരിയ ബൗണ്ടഡ് ബൈ പിന്നെ മക്കളെ അത് മിനിമം ഫംഗ്ഷൻ വെച്ചിട്ട്. അതായത് ഇതാണ് നമ്മൾ കാണേണ്ട കേവ് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, കേവ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഏത് മുതൽ ഏത് വരെ? എക്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് 0 തൊട്ട്. നമുക്ക് ആദ്യം ആ കേവിനൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ y ഏത് മുതൽ ഏത് വരെ മാറേണ്ടത്? 0 തൊട്ടിട്ട് മിനിമം ഓഫ് ആ കേവ്സ് ഒന്ന് വരയ്ക്കണം. x²+2 നിങ്ങൾ വരയ്ക്കുക. x² ഗ്രാഫ് എല്ലാവർക്കും വരയ്ക്കാൻ അറിയാലോ. നമുക്ക് ആ കേവ് ഒന്ന് വരയ്ക്കാം. x² ഗ്രാഫ് എല്ലാവർക്കും വരയ്ക്കാൻ അറിയാം. x² ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും അല്ലെ. അപ്പൊ x²+2 എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഒരു 2 കൂടെ ആഡ് ചെയ്യേണ്ടി വരും. സോറി, ഏതാ ഈ പോയിന്റ് ഏതാണ്ടാവും ചോദിച്ചാൽ 0 2 ഉണ്ടാവും അല്ലെ. 0,2 ഉണ്ട്. സോ 2ന്റെ മുകളിലേക്കാവും ഉണ്ടാവുക ഗ്രാഫ്. ഇനി 2x+2, അതായത് 2x+2 y = 2x+2 അല്ലെ. x0 കൊടുത്ത y യുടെ വാല്യൂ 2 ആണ്. x0 കൊടുത്ത y യുടെ വാല്യൂ 2 ആണ്. ശരിയല്ല, x0 ആണ് y യുടെ വാല്യൂ 2 ആണ്.
y0 കൊടുത്ത എക്സിന്റെ വാല്യൂ എത്ര വരിക? y0 കൊടുത്ത എക്സിന്റെ വാല്യൂ വരിക -1 ആണ് വരിക. ശരിയല്ലേ? എക്സിന്റെ വാല്യൂ -1. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാവും ചോദിച്ചാൽ ഇതൊന്ന് കുറച്ച് ചെരിഞ്ഞിട്ടാവും പോകണം അല്ലേ? ഓക്കെ, -1 അല്ലേ മക്കളെ? അത് -1. ഓക്കെ, ഒന്ന് 0 to പാസ് ചെയ്യും, ഒന്ന് -1. അപ്പോൾ ഇങ്ങനെ ആവും പോകുന്നത്. ഒരു മിനിറ്റ്, അത് ക്രോസ് ചെയ്യും. ഒരു മിനിറ്റ് മക്കളെ. 2x + 2 എന്നല്ലേ? 2x ആകുമ്പോൾ y 2x ആകുമ്പോൾ ഇങ്ങനെ വരും. പിന്നെ 2x + സ്ലോപ്പ് 2 ആണ് വരിക. സ്ലോപ്പ് 2 ആകുമ്പോൾ മറ്റേ സ്ലോപ്പ് അവിടെ നിന്നിട്ട് 2 ആവുക, 1 കഴിയുമ്പോഴാണ് 2 ആവുക അല്ല? അപ്പോൾ ക്രോസ് ചെയ്യണം. ഇങ്ങനെ ആകുമ്പോൾ ഉണ്ടാവും. ഞാനത് അങ്ങനെ പറയാനുള്ള കാരണം ഞാൻ പറയാം കേട്ടോ. റെഡി? അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നോക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് പോട്ടെ. ഇത് ഇന്റർസെക്റ്റ്, വേറെ പോയിന്റും കൂടെ ഇത് ഇന്റർസെക്റ്റ് ചെയ്യും. അതങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ x² സ്ലോപ്പ് 2x ആണ്. x² എന്ന് പറഞ്ഞ സാധനത്തിന് സ്ലോപ്പ് 2x ആണ്. അപ്പോൾ 0 തൊട്ടിട്ട് 1 വരെ ആകുമ്പോൾ അതിന്റെ സ്ലോപ്പ് ഉണ്ടാവുക മക്കളെ, 0 തൊട്ട് 1 വരെയാണെങ്കിൽ സ്ലോപ്പ് ഉണ്ടാവുക എന്തിനേക്കാൾ കുറവായിരിക്കും? പിന്നെ 2-നേക്കാളും കുറവായിരിക്കും. കിട്ടുന്നുണ്ടോ? 2xൽ എക്സിന് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് എന്ത് കിട്ടുക? 2xൽ എക്സിന് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് ആരെ കിട്ടുക? 2 എന്ന് കിട്ടുക. അതായത് ഈ പോയിന്റിൽ വരെ രണ്ടുപേരുടെ സ്ലോപ്പ്, ഇയാളുടെ സ്ലോപ്പ് ഫിക്സ്ഡ് ആണ്, ഇയാളുടെ സ്ലോപ്പ് വേരിയിങ് ആണ്. ആരെ? x². നിങ്ങൾ ഈ പോയിന്റ് സോൾവ് ചെയ്ത് നോക്കി, ഈ പോയിന്റ് 1 ആയിക്കും. ഞാൻ ഒന്ന് കാണിച്ചു തരാം. നോക്ക്, 1 ആവും, അത് ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ. എന്തായാലും ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഏതായാലും നമുക്ക് സോൾവ് ചെയ്യണം. x² + 2 ആരും കൂടെ സോൾവ് ചെയ്യാൻ പോണേ? 2x + 2 കൂടെ സോൾവ് ചെയ്യാൻ പറ്റും. 2x + 2 കൂടെ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ x² - 2x = 0 എന്നാണ്. അപ്പോൾ x × x - 2 = 0 ആണ്. അപ്പോൾ 2 1 ആവില്ല, അത് ഞാൻ പറഞ്ഞു. x = 0, x = 2. അത് മക്കളെ x = 0 ഇവർ മീറ്റ് ചെയ്യുന്നുണ്ടോ? പിന്നെ x = 2 ഇവർ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് ആദ്യം ഇയാളെ ഇൻക്രിമെന്റ് കുറവായിരിക്കും. x² മെല്ലെ മെല്ലെ ഇൻക്രിമെന്റ് മീൻസ് അതിന്റെ ആദ്യത്തെ സ്ലോപ്പുകളൊക്കെ 1-നേക്കാളും കുറവാണ്. മെല്ലെ മെല്ലെ ഇൻക്രിമെന്റ് ആയിട്ട് വരുള്ളൂ. പക്ഷേ 2x ആദ്യം പിന്നെ എല്ലാ കാലത്തും 2xന്റെ ഇൻക്രിമെന്റ് എന്താണ്? സ്ലോപ്പ് എത്രയാണ്? 2 ആണ്, ഫിക്സഡ് സ്ലോപ്പ് ആണ്. അപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോഴാണ് ക്രോസ് ചെയ്യുക. നമുക്കാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താ? മിനിമം ഓഫ് ഇതിൽ ഏതാണോ മിനിമം അതാണ് നമുക്ക് എടുക്കേണ്ടത്. ഏത് മുതൽ ഏത് വരെയാണ് x വേരി ചെയ്യേണ്ടത്? 0 തൊട്ട് 3 വരെ. അപ്പോൾ എക്സിന്റെ വാല്യൂ 0 തൊട്ട് 3 വരെ വേരി ചെയ്യുമ്പോൾ 0 തൊട്ട് 3 വരെ ഈ പോയിന്റ് 2 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആവുണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കട്ടെ. കളർ മാറ്റും. 2 വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. പിന്നെ 3 വരെ പോകുന്നുണ്ട്. അപ്പോൾ എക്സിന്റെ വാല്യൂ 0 തൊട്ട് 3 വരെ ഉള്ളപ്പോൾ മിനിമം ഏതാണോ അതാണ് എടുക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. നോക്ക് നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്താൽ പോരെ മക്കളെ? 0 തൊട്ട് 2 വരെ ആരാണ് മിനിമം? ആരാണ്? ഏത് കർവാണ് താഴെ ഉള്ളത്? x² കർവല്ലേ താഴെ, കാരണം അതിന്റെ ഇൻക്രിമെന്റ് കുറവാണ്. പിന്നെ 2 കഴിഞ്ഞാൽ അത് 2.2,0 ആണ്. 2 കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അത് കുത്തനെ കയറി പോവാണ്. ആര്? x². മറ്റാള് അത് പിന്നെ പണ്ടത്തെ അതേ പോക്കനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി? സോ അപ്പോൾ 2 to 3 നമുക്ക് ആരോ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടാവുക. ഇതാണ് നമുക്ക് കാണേണ്ട ഏരിയ അല്ലെ? നമുക്ക് കാണേണ്ട ഏരിയ ഞാൻ ജസ്റ്റ് ഷെയ്ഡ് ചെയ്യാം. റെഡി ആണല്ലോ? ഈ കർവിന്റെ അടിയിലുള്ള ഏരിയയുടെ. അപ്പോൾ ആദ്യത്തെ സമയത്ത് കർവ് എന്ന് പറയുന്നത് x² + 2 ആണ്. പിന്നത്തെ സമയത്ത് കർവ് എന്ന് പറയുന്നത് ആരാ മക്കളെ? 2x + 2 ആണ്. അപ്പോൾ ഈ പോർഷൻ കാണാൻ വേണ്ടി ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യൂല. ഏത് പോർഷൻ കാണാൻ വേണ്ടിയിട്ട്? ഈ പോർഷൻ, ഈ ട്രയാങ്കിൾ ഏരിയ പോർഷൻ വരുന്നത് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യില്ല. അത് മക്കൾ സാമാന്ത്രികം വെച്ചിട്ട്, അതായത് എന്താണ് ഇവിടെ പിന്നെ ട്രപ്പീസം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഒരു ട്രയാങ്കിൾ ഇതാക്കിയിട്ട് ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, ഇത് 2 ആണെങ്കിൽ ഇത് ഏതാവും പോയിന്റ് വരാം? പറ. ആ കർവിലേക്ക് 2x + 2 അല്ല 6 അല്ലേ വരാം? 6 വരും. ഇത് 6 വരും. പിന്നെ ഇത് 3 അല്ലേ വരാം? അത് 3 ആണ്. അപ്പോൾ ഈ പോയിന്റ് എത്ര വരാം? 2x + ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2x + 2ലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ 8 വരും. അപ്പോൾ ഇത് നോക്ക്, ഇതും എന്തെന്നെ ഉണ്ടാവുക? ഇത് 6 തന്നെയല്ലേ ഉണ്ടാവുക? അപ്പോൾ ഈ ലെങ്ത് 6, ഈ ലെങ്ത് 2. റെഡി അല്ലേ? അപ്പോൾ ഇത് 1 ആണ്. അപ്പോൾ ഈ ഇതിന്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 × 6 വരും. ഇതിന്റെ എത്രയാണെന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു അല്ല, അപ്പോൾ 6 + ½ × 2 × 1 വരും. അപ്പോൾ 7. ഈ ടോട്ടൽ 7 വരും. ഒരു ഏരിയ അവിടെ 7 ഉണ്ട് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ മറ്റേ എന്ത് ചെയ്താൽ മതി? 0 തൊട്ടിട്ട് 2 വരെ ഈ കർവിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ആര് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി? x² + 2 ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. പറയാം. ഇന്റഗ്രൽ 0 to 2 ആർ ഇന്റഗ്രേറ്റ് ചെയ്യുക? x² + 2 dx ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് അതിന്റെ താഴെ ഏരിയ കിട്ടില്ല. 0 തൊട്ടിട്ട് 2 വരെ x² + 2 ഇന്റഗ്രേറ്റ് ചെയ്യും. പറയാം. x³ / 3 എന്ന് വരും. പിന്നെ ആണെങ്കിലോ 2x എന്ന് വരും. റെഡി ആണല്ലോ? x³ / 3 വരും, 2x വരും. 0 to 2 ഇന്റഗ്രേറ്റ് ചെയ്തു. സോ 2³ / 3 അഥവാ 8/3 എന്ന് വരും. +2 × 4 വരും. പിന്നെ അത് 0 ആയി പോകും മക്കളെ. അപ്പോൾ 12 20/3 അല്ലെ? അപ്പോൾ 20/3 എന്നാവും. പ്ലസ് എന്തും കൂടെ ഉണ്ടല്ലോ, 7 കൂടെ ഉണ്ട്. അപ്പോൾ 20/3 + 7. ഇനി മക്കളെ അതാണ് ഏരിയ കണ്ടത്, എ കണ്ടത്. അതിന് എന്തുകൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ഉണ്ട്? 12 കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ഉണ്ട്.
സോ പറ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര അത് വരിക 20 3 4 80 വരും 7 12 ആർ 84 അല്ല 84 വരും അതാ ആൻസർ 164 ആണ് എനിക്ക് കിട്ടിയത് നോക്കിക്കാളി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാൽക്കുലേഷൻ എറേഴ്സ് ഉണ്ടാവുള്ളൂ അല്ലാണ്ട് കോൺസെപ്ച്വൽ എറേഴ്സ് ഒന്നും ഉണ്ടാവില്ല ഓക്കെ റെഡി മക്കളെ പിന്നെ അടുത്തേക്ക് the number of ways of distributing 8 identical objects yes 8 identical objects to 4 distinct bookshelves were അതായത് 8 ഐഡന്റിക്കൽ ഒബ്ജക്ട്സ് 4 ബുക്ക് ഷെൽഫ് റെഡി അല്ലേ 4 ഡിസ്റ്റിങ് അത് നമ്മൾ പരിപാടി നമ്മളെ കയ്യിൽ ആപ്പിൾ ഓറഞ്ച് പരിപാടി അതായത് 10 ആപ്പിള് 4 പേഴ്സൺസിന് കൊടുക്കുക 4 വ്യത്യസ്തങ്ങളായ ആളുകൾക്ക് കൊടുക്കുക അല്ല നമ്മൾ എത്ര ഓർമ്മ ഉണ്ട് n+r-1 cr-1 റെഡി അല്ലേ 10 ഡിഫറെന്റ് ആൾക്കാർ 10 സെയിം ആൾക്കാർ അതിന്റെ കഥകളൊക്കെ നമ്മൾ പണ്ടത്തെ പറയാറുണ്ടടാ അതായത് എന്താ വെച്ചാൽ എന്ത് മാത്രം മാറ്റം ഉണ്ടാവുള്ളൂ കൊടുക്കുന്ന എണ്ണത്തിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ്ട് പറയാറുണ്ട് അപ്പോൾ ആൾക്കാർ ഡിഫറെന്റ് ആണ് ഒബ്ജക്ട്സ് സെയിം ആണ് അപ്പോൾ നമ്മൾ അതിൽ n ഐഡന്റിക്കൽ ഒബ്ജക്ട്സ് ഉണ്ട് നമ്മൾ 6 ഡിഫറെന്റ് പേഴ്സൺസിന് കൊടുക്കുകയാണെങ്കിൽ എത്ര രീതിയിൽ ചെയ്യാൻ പറ്റും n+r-1 cr-1 എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും സോ ദ ആൻസർ ഈസ് ഇവിടെ എത്ര 8 അല്ലടാ 8 + 4 - 1 c 4 - 1 അപ്പോൾ എത്ര മക്കളെ 10 12 അല്ലടാ 11 c3 11 c3 കണ്ടാണ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 ഇൻറ്റു ആ ഓപ്ഷൻസ് ഇല്ലാത്തതല്ലേ 10 ഇൻറ്റു 9/1 ഇൻറ്റു 2 ഇൻറ്റു 3 ഓക്കെ 3 വരും 5 വരും 15 അപ്പോൾ 165 ആണ് മക്കളെ 165 റെഡിയല്ലേ ആൾക്കാർ അതായത് ഇതിന് റീസൺ നിങ്ങൾക്ക് അറിയാം എന്താ ഒബ്ജക്ട്സ് എന്താണ് സിമിലർ ആണ് ഓക്കെ ആൾക്കാർ ഡിഫറെൻ്റ് ആണ് ഓക്കെ റെഡിയല്ലേ സോ അടുത്തതിലേക്ക് ഒരു എഫ് ഓഫ് എക്സ് എന്നാണ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ലേ കുറച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് എഫ് ഡാഷ് എക്സും കാണും എഫ് ഡബിൾ ഡാഷ് എക്സും കാണും ഓക്കെ നോക്കാം മക്കളെ എഫ് ഓഫ് എക്സ് തന്നിട്ട് ln of നേതല്ല log of നേതം log of 1 - x² / 1 + x². ഓക്കെ അല്ലേ log of 1 - x² / 1 + x². ഫൈൻ കുഴപ്പമില്ലല്ലോ എഫ് ഡാഷ് എക്സ് കാണാൻ പോവാണ് പറഞ്ഞോളേടാ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ലോഗിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/1 ആവുമ്പോൾ നേരെ തല കുത്തനെ വരും ലോഗിൻ്റെ ഉള്ളത്തെ ആൾ അല്ലേ ഇനി മക്കളെ ലോഗിൻ്റെ ഉള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ റൂൾ ഉപയോഗിക്കേണ്ടി വരും സോ 1 + x² അവിടെ വെച്ചു ആറ് ഡിഫറൻഷിയേറ്റ് ചെയ്തു ഇതിനെ ചെയ്യുമ്പോൾ -2x വരും അതേപോലെ 1 - x² അവിടെ വെച്ചു ആറ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇതിനെ ചെയ്യുമ്പോൾ എന്ത് വരും 2x വരും ഓൾ ഡിവൈഡഡ് ബൈ ആര് വരും 1 + x² ഒരു ഓൾ സ്ക്വയർ വരും സെറ്റാണ് ഓക്കെ കാൽക്കുലേഷൻസ് ചെയ്യാം ഒന്നുകൂടെ കട്ടാവും പിന്നെ ഉള്ളിലേക്ക് പോയിക്കോട്ടെ എഫ് ഡാഷ് എക്സ് എന്താ വരാൻ നോക്കാം 1 - x² ഇൻറ്റു 1 + x² റെഡി ഓക്കെ റെഡിയാണല്ലോ സോ അതായി പിന്നെ ഉള്ളിലേക്ക് പോട്ടെ അപ്പോൾ എന്തൊക്കെ വരാം -2x - 2x ക്യൂബ് -2x പിന്നെ മൈനസും അവിടെ വീണ്ടും അവിടെ -2x തന്നെ വരിക മൈനസ് പ്ലസ് 2x³ കഴിച്ചില്ലായി അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി അല്ലേ അപ്പോൾ എഫ് ഡാഷ് എക്സിന്റെ വാല്യൂ കിട്ടുന്നതാണോടാ -4x ഡിവൈഡഡ് ബൈ ആര് വരും ഇത് വേണമെങ്കിൽ മക്കളെ നമുക്ക് 1 - x² ഇൻറ്റു 1 + x² നമുക്ക് വേണമെങ്കിൽ 1 - x⁴ എന്ന് എഴുതാം നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഏതായാലും എഫ് ഡാഷ് എക്സ് കിട്ടി അടാ കഴിച്ചില്ലായി അപ്പോൾ ഞാൻ ഇതിലേക്ക് എത്ര ഇട്ട് കൊടുക്കണം 1/2 ഇട്ട് കൊടുക്കണം നമുക്ക് ഡബിൾ ഡാഷും കൂടെ കാണാം എന്നിട്ട് ഇട്ട് കൊടുക്കാം അല്ലേ രണ്ടിലും കൂടെ പാരലായിട്ട് ഇടാം എഫ് ഡബിൾ ഡാഷ് എക്സ് കാണുമ്പോൾ 1 - x⁴ -4x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -4 റെഡിയാണല്ലോ ഇനി -4x വരുമ്പോൾ +4x ആവും പിന്നെയോ -4x³ വരും ഓൾ ഡിവൈഡ് ബൈ 1 - x⁴ ഓൾ സ്ക്വയർ റെഡിയല്ലേ എടാ നമുക്ക് എന്ത് ചെയ്യാം എഫ് ഡാഷ് ഓഫ് 1/2 കാണും രണ്ട് സ്ലൈഡ്സ് ആയിട്ട് എഫ് ഡാഷ് ഓഫ് 1/2 കാണുമ്പോൾ പറ -4 × 1/2 ബൈ 1 - 1/2 സ്ക്വയർ അപ്പോൾ 1/16 ആവും ഓക്കെ അല്ലേ -2 എന്നാവും ന്യൂമറേറ്ററിൽ വരിക -2 ഇവിടെ വരുമ്പോൾ 15/16 വരും ഇവിടെ 8 സോറി അത് മോൾ കയറാളല്ലേ അപ്പോൾ 32 അല്ലേ -32/15 വരും കേട്ടോ അതൊരു സാധനം കിട്ടി ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് 1/2 കാണണം അത് കുറച്ച് ചോറുണ്ട് നോക്കാം 1/2 ഞാൻ ഒന്ന് മനസ്സിലിടാം 1 - 1/2 അപ്പോൾ ഇവിടെ 1 - 1/16 വരും 15/16 വരും 15/16 ഇൻറ്റു -4 കഴിച്ചില്ലേ ആ 4 അങ്ങ് കട്ടാവും അല്ലേ പിന്നെ -1/2 വരുമ്പോൾ -2 എന്നാവും പിന്നെ -4 × -1/2 ക്യൂബ് ഇടാം -1/2 ക്യൂബ് -1/8 - പ്ലസ് 4/8 ബൈ
1 minus 1 by 2 അത് മക്കളെ 1 by 15/16 in 15/16 all square സെറ്റ് ആണല്ലോ, കുഴപ്പമില്ല. കട്ട് ചെയ്യടാ. കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 4 ബാക്കി ഉണ്ടാവും, ഇവിടെ യെസ് ഇവിടെ ഒരു 4 ബാക്കി ഉണ്ടാവും. അപ്പോൾ -4/4 1 ആവും. ഇവിടെ മക്കളെ -15/4 ആണ് എനിക്ക് വരുന്നത്. ഇനി ഇതിന്റെ കാൽക്കുലേഷൻ എറേഴ്സ് ഉണ്ടാവും, എന്നാലും ചെയ്ത് നോക്കുക, അത് വലിയ സാധനങ്ങളൊന്നുമില്ല. -15/4 അവിടെ ആണെങ്കിൽ -1 കൂടെ വരും. all divided by താഴെ 15/16 സ്ക്വയർ ഇല്ലടാ, 15/16 × 15/16 എഴുതാം. മക്കളെ അതെങ്ങനെ വന്നാൽ -19/4 വരും. പിന്നെ ആണെങ്കിലടാ കട്ടാവാൻ 15/16 × 15/16 ഉണ്ടാവും. 16 ഇവിടെ 4 വരും അല്ലേ. ബാക്കി 16 അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്. ഇതേപോലെ താഴെ ഒരു 225 വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ 16/4 എന്ന് പറയുമ്പോൾ 64 വരും. 64 × 19 കൂടെ വരും. 64 × 19 ആ സാധനം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. കാരണം വെച്ചാൽ മൈനസ് ഒരു 225 ഒക്കെ ക്വസ്റ്റ്യനിലും ഉണ്ടടാ. മറ്റൊരു കിട്ടിയ സാധനം എത്രേ 13/15. മക്കളത് ചെയ്ത് നോക്കുക നിങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് ഞാൻ എടുത്തു തരുന്നു നിങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒന്നും ഉണ്ടാവില്ല. ഇതാണ് എനിക്ക് കിട്ടിയ ഒരു ആൻസർ. ഇതാണടാ ഒരു ആൻസർ. ഇതാണ് ആരെ ഇതാണ്. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക, 225 മൾട്ടിപ്ലൈ 20. ഇതിന്റെ കേസിൽ അത് അങ്ങ് പോയിക്കോളും. ഇതിന്റെ കേസിൽ ഒരു 15 അവിടെ ഉണ്ടാവും. ഇത് നമ്മൾ ഫൈനൽ ആൻസർ ഉണ്ടാവും. -30 അതിന്റെ ഇടയിൽ ചിഹ്നം മൈനസ് പ്ലസ് മൈനസ് ആണ്. അപ്പോൾ ഒന്ന് -32 ഉണ്ടാവും, ഒന്ന് -32 ഉണ്ടാവും. അല്ല ഇൻറ്റു 15 അല്ലേ. -32 × 15 വരും. -32 × 15 വരും. മറ്റേതാണ് -−+ പ്ലസ് ആണ് 64 × 19 വന്നിട്ടുണ്ടാവും. ഇതാവും ഫൈനൽ ആൻസർ വരും. ഓക്കെ ഓക്കെ കേട്ടി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്, ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ ഉണ്ട് ഇല്ലടാ. ഒരു ക്വാഡ്രാറ്റിക് ഉണ്ട്, ഒരു ട്രിഗണോമെട്രിക് ഉണ്ട്. എന്നിട്ട് നമ്മളോട് പറയാണ് എന്താ പറയണത് മക്കളെ, സം ഓഫ് ദ റൂട്ട്സ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ക്വാഡ്രാറ്റിക്കിലേക്ക് അത് സിംപ്ലിഫൈ ആവും അല്ലെ. സം ഓഫ് ദ റൂട്ട്സ് ആണ് ചോദിക്കുന്നത്. സം ഓഫ് ദ റൂട്ട്സിന് c/a അല്ലേ. ഇതിന്റെ കേസിലാവുമ്പോൾ സം ഓഫ് ദ റൂട്ട്സ് പ്രോഡക്റ്റ് അല്ല, സം ഓഫ് ദ റൂട്ട്സ് ആണ്. അപ്പോൾ -b/a വരും. നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ആവശ്യം ഉണ്ടാവും ഇത് കഴിഞ്ഞ് ഇത് ഇതാവും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതിന്റെ വാല്യൂ എന്താവും എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നോക്കാം. പറ, ഇതൊരു കോൺസ്റ്റന്റ് ആണെങ്കിൽ സീനൊന്നുമില്ലല്ലോ. എങ്ങനെയാണെങ്കിലും എക്സ് ഏതെല്ലാം വരില്ല. നോക്കി നോക്കാം പോളിനോമിയൽ ഫോമിലേക്ക് എങ്ങനെയാവും വരിക എന്നുള്ളത്. 3 cos 2x പ്ലസ് cos cube 2x by 3 cos 2x plus cos cube 2x by cos raised to 6x minus sin raised to 6x. ഓക്കെ അല്ലേ. വളരെ പോളിനോമിയൽ ആവുകയാണെങ്കിൽ സുഖമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ആൻസർ 1 കിട്ടും അല്ലേ. ഒന്ന് നോക്കി നോക്കണം. കാരണം പോളിനോമിയൽ ആവുകയാണെങ്കിൽ പിന്നെ -b/a അല്ലേ. ഇവിടെ എക്സ് ടേം ഒന്നും വരില്ല എന്നുള്ള ഹോപ്പില്ല കേട്ടോ. ഇതിന് അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് വരില്ലല്ലോ. കാരണം ഇതൊരു കോൺസ്റ്റന്റ് ആവാൻ ചാൻസ് അല്ലേ. പിന്നെ ഒരു സൈനും കോസും ഒക്കെ ബാക്കി ഉണ്ടാവൂലേ. എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. ഇതിനെങ്ങനെ സിംപ്ലിഫൈ എന്ന് ചോദിച്ചാൽ ഇതിന് ഇങ്ങനെ ചെയ്താലോ. ഇതിപ്പോ മക്കളെടാ cos square x ന്റെ ഹോൾ ക്യൂബ് ആണ്, ഇത് sin square x ന്റെ ഹോൾ ക്യൂബ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം, a³ - b³ നെ ഫാക്ടറൈസ് ചെയ്യാം. a³ - b³ എന്താ a - b ഇൻറ്റു, അപ്പൊ എന്താവും cos square x minus sin square x ഇൻറ്റു cos raised to 4x മൈനസ് അല്ല പ്ലസ് കേട്ടോ, cos square x ഇൻറ്റു sin square x പ്ലസ് sin raised to 4x. ഓർമ്മ ഉണ്ട് പരിപാടി. അതായത് a - b ഇൻറ്റു എന്താണ്, a - b ഇൻറ്റു a സ്ക്വയർ പ്ലസ് ab പ്ലസ് b സ്ക്വയർ. റെഡിയാണല്ലോ. ഓക്കെ. ഇനി അതേപോലെ എനിക്ക് അത് അങ്ങനെ ഇവിടെ തോന്നാനുള്ള ഒരു കാര്യം ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ cos 2x ഉണ്ട് മക്കളെ. cos 2x എന്ന് പറഞ്ഞാൽ cos square x minus sin square x അല്ലേ. അപ്പൊ ഞാൻ ആ cos 2x നെ പുറത്തെടുക്കാം. cos 2x നെ പുറത്തെടുത്താൽ ബാക്കി ഉണ്ടാവുക 3 പ്ലസ് cos square 2x എന്നാ ബാക്കി ഉണ്ടാവും. കത്തിയെന്ന് വിചാരിക്കുന്നത്. കാരണം ഇതും സെയിം ആണ്. കാരണം cos square x minus sin square x ആരാ, cos 2x ന്റെ എക്സ്പ്രഷൻ ആണ്. അപ്പോൾ 3/cos square 2x ബാക്കി ഉണ്ടാവും. cos square 2x ബാക്കിയുണ്ട്. ഇനി cos raised to 4x അത് നിങ്ങൾക്ക് അറിയാം സിംപ്ലിഫിക്കേഷൻ. എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യാം. നമുക്ക് cos raised to 4x plus sin x 4x നെ 1 minus 2 sin square x cos square x എഴുതാം. ഒന്നും കൂടെ sin raised to 4x plus cos raised to 4x നെ 1 minus 2 sin square x cos square x എഴുതാം. ഒന്നുമില്ല, അതായത് cos square raised to 4 നെ cos square x all square എന്ന് എഴുതാം, മറ്റേ sin square x all square എന്ന് എഴുതാം. എന്നിട്ട് പിന്നെ മക്കളെ a square plus b square നെ a plus b all square minus 2ab എന്ന് എഴുതി കണ്ടാണ് കുറച്ച് ആൾക്കാരെങ്കിലും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ cos raised to 4x plus sin raised to 4x നെ എന്ത് എഴുതാം, 1 minus 2 sin square x cos square x എന്ന് എഴുതാം. റെഡിയല്ലേ. പിന്നെ ഒരു ആരും കൂടെ ഉണ്ടല്ലോ, ഒരു പ്ലസ് sin square x cos square x എന്തായാലും cos square x sin square x അവിടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓരോന്ന് പോയി. അപ്പോൾ 3 പ്ലസ് cos square 2x ബൈ താഴെ നമുക്ക് 1 minus sin square x cos square x ചെയ്താലോ. 1 minus sin square x cos square x. മക്കളെ ഞാൻ ഈ sin 2x ലേക്ക് കണക്ട് ചെയ്യാം. കാരണം ഇവിടുത്തെ cos square അല്ല. അപ്പോൾ ഞാൻ പോവാം. നോക്ക്, sin 2x എന്ന് പറഞ്ഞാൽ 2 sin x cos x ആണ്. 2 sin x cos x. അപ്പോൾ sin square 2x എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ക്വയർ അല്ലേ,
4 സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ എക്സ് ആവും. സൈൻ സ്ക്വയർ 2x എന്ന് പറഞ്ഞാൽ 4 സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒരു 4 ഇട്ട് കൊടുത്താൽ ഇവിടെ ഒരു ഇൻറ്റു 4ഉം ചെയ്യുക, ഇവിടെ ഒരു ബൈ 4ഉം ചെയ്യുക. എന്നാൽ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ 2xലേക്ക് കണക്ട് ആവില്ലേ. അപ്പോൾ 3 പ്ലസ് കോസ് സ്ക്വയർ 2x ആവും. പിന്നെ ഇതിനെ പിടിച്ചിട്ട് നമുക്ക് എന്ത് വിളിക്കാം, സൈൻ സ്ക്വയർ 2x വിളിക്കുക. ഈ 4 അങ്ങോട്ട് ക്രോസ് ആയിക്കോട്ടെ. അപ്പോൾ 4 മൈനസ് സൈൻ സ്ക്വയർ 2x എന്നാവും. ഓക്കെ, ആ ബൈ 4 ഉണ്ട്, ആ ബൈ 4 അങ്ങോട്ട് കയറുള്ള ഇൻറ്റു 4 ആയിട്ട് കയറും. മക്കൾ ഇത് രണ്ടും ഒന്നാണ്. കാരണം എന്താ, നമുക്ക് 3 പ്ലസ് കോസ് സ്ക്വയർ 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 പ്ലസ് 1 മൈനസ് സൈൻ സ്ക്വയർ 2x അല്ലേ. കാരണം എന്താ, അപ്പോൾ 4 മൈനസ് സൈൻ സ്ക്വയർ 2x അല്ലേ ആ സാധനം വരിക. റെഡിയാണോ? അപ്പോൾ ഇത് രണ്ടും ഒന്നാണ്. അപ്പോൾ അതിൻ്റെ സാധനം 4 തന്നെ വരുന്നത്. അപ്പോൾ ഇവിടെ 4 ആണ് വരുന്നത്. ഇവിടെ ഇതിന് x³ മൈനസ് x² പ്ലസ് എത്രയാണ് 6 എന്തായാലും 6. റെഡി? ഓക്കെ. അപ്പോൾ പിന്നെ മക്കളുള്ളത് x³ മൈനസ് x² പ്ലസ് 2 ഈക്വൽ ടു 0. ഇത് സാധനം ക്യൂബിക് ഇക്വേഷൻ അല്ലേ. ജസ്റ്റ് കാലിയാക്കണ്ടില്ലായിരുന്നു. ക്യൂബിക് ഇക്വേഷൻ. ആ ക്യൂബിക് ഇക്വേഷൻ എന്താണ്, സം ഓഫ് ദി റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു പ്ലസ് മൈനസ് ബി ബൈ എ അല്ലേ. അറിയാം, മറ്റേ ക്വാഡ്രാറ്റിക്കിനെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ എന്താ, ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു മൈനസ് ബി ബൈ. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് 1/1 തന്നെ ആൻസർ 1. ഓക്കെ, അതെ ഈ ടേം ഇതാണെന്നുള്ളത് ഒരു അത് എനിക്ക് ആവണമല്ലോ. കാരണം അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സിൻ്റെ ടേംസിലേക്ക് ഉണ്ടാവില്ല. ഉറപ്പല്ലേ? എന്തായാലും കുഴപ്പമില്ല. ശരി, ആ സിംപ്ലിഫിക്കേഷൻ എക്സ് ഇൻറ്റു കോസ് ഓഫ് y ബൈ എക്സ് ഡി വൈ. അപ്പോൾ മക്കളെ ഇത് നമ്മളെ ഹോമോജീനിയസ് എന്താണ് തന്നടാ, ആൽഫ സ്ക്വയർ കാണാനാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നുമില്ല, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ഹോമോജീനിയസിനെ സോൾവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഹോമോജീനിയസ് ആക്കാം നമുക്ക് അല്ലേ. അപ്പോൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഹോമോജീനിയസിന്റെ പരിപാടി എപ്പോഴും അറിയില്ല, dy ബൈ dx ഈസ് ഈക്വൽ എന്നുള്ള ഫോമിലായിരിക്കും ഉണ്ടാവുക. റൈറ്റ് സൈഡിലുള്ള പിന്നെ എന്തിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നതിൻ്റെ ഡിഗ്രി എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഞാൻ വൃത്തിയാക്കാം. എക്സിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതിക്കോട്ടെ. ഞാൻ ഓക്കെ ആണ് നോക്ക്. dy ബൈ dx ഈസ് ഈക്വൽ ടു y ബൈ എക്സ് ഇൻറ്റു കോസ് ഓഫ് y ബൈ എക്സ്. ഈ എക്സിനെ ഇതിക്കും ഡിവൈഡ് ചെയ്തു, ഇതിക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് വരും ബൈ ആ കോസ് ഓഫ് y ബൈ എക്സിന് അവിടെ. അത് ആദ്യം ഞാൻ എക്സ് കോസ് ഓഫ് y ബൈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോയി. അതിൽ ആ എക്സിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യിച്ചോടാം, എക്സ് അവിടെ ഒരു എക്സ് ഉണ്ട് മക്കളെ. ആ എക്സിനെ ഞാൻ ഇതിലേക്ക് എടുത്തു, ഇതിലേക്ക് എടുത്തപ്പോൾ അത് y ബൈ എക്സ് ആയി. അതിലോട്ട് എടുത്തപ്പോൾ 1 ബൈ. ആ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, ഹോമോജീനിയസ് എപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്. y = vx ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അഥവാ v എന്ന് പറഞ്ഞാൽ y ബൈ എക്സ് ആണ് അല്ലെ. y = vx ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ dy ബൈ dx എന്തിന് ഈക്വൽ ആണ്, ഓർമ്മണ്ടല്ലോ, v പ്ലസ് എക്സ് ഇൻറ്റു dv അല്ലെ. ഓർമ്മണ്ട്, v പ്ലസ് എക്സ് ഇൻറ്റു dv ബൈ dx. അതിന്റെ ഡിഫറൻസിയേഷൻ ഒക്കെ നോക്കണ്ടിട്ടോ. y ബൈ എക്സിന് v എന്ന് കൊടുക്കാം, കോസ് ഓഫ് y ബൈ എക്സിന് കോസ് v എന്ന് എഴുതാം. കോസ് v എന്ന് എഴുതി പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോസ് ഓഫ് y ബൈ എക്സിന് കോസ് v എന്ന് എഴുതി. v പ്ലസ് എക്സ് ഇൻറ്റു dv ബൈ dx. മക്കളെ കോസ് v കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കോസ് v കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ v വരും. അവിടെ ആണെങ്കിൽ 1 ബൈ കോസ് v എന്ന് എഴുതാം, സീക്ക് v എന്ന് എഴുതാം. അടിയല്ലേ. അപ്പോൾ വിയും വിയും കട്ടാവും. സിമ്പിൾ പ്രോബ്ലം ആണ് കേട്ടോ. അത് ചെയ്യണം. ഡി വി ബൈ സിക്ക് വി ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ് വേരിയബിൾ സെപ്പറബിൾ ചെയ്തു. അപ്പം മക്കളെ ഡി വി ബൈ സിക്ക് വി എന്ന് പറയുമ്പോൾ എന്താണ്, കോസ് വി ഡി വി അല്ലേ. കോസ് വി ഡി വി ആണ്. കോസ് വി ഡി വിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ ആണെങ്കിൽ ഡി എക്സ് ബൈ എക്സ് ആണ്. അപ്പോൾ ഇത് എന്താവും, ഇവിടെ കോസ് വിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ വി എന്നാവും ഈക്വൽ ടു അപ്പുറത്താണെങ്കിൽ ലോഗ് മോഡ് എക്സ് അല്ലേ പ്ലസ് സി. സി കിട്ടാനുള്ള ഡാറ്റ ഒരു തന്നിരിക്കണേ. എന്താണ്, എഫ് ഓഫ് 1 = π/3 എന്നാണ്. എഫ് ഓഫ് 1 = π/3 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞോടാ. എഫ് ഓഫ് 1 = π/3 ആണ്. എക്സിന്റെ വാല്യൂ 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ എത്രയാണ്, π/3 ആണ്. നമുക്ക് വി എന്താണ്, വി എന്ന് പറഞ്ഞാൽ y ബൈ എക്സ് അല്ല. അങ്ങനെ എഴുതിയാലോ, വി എന്ന് പറഞ്ഞാൽ y ബൈ എക്സ് ആണ്. അപ്പോൾ വിയുടെ വാല്യൂ y ബൈ എക്സ് ആകുമ്പോൾ വിയുടെ വാല്യൂ എന്ത് തന്നെയാണ്, π/3 ആണ്. വിന്റെ ടേംസിൽ എഴുതാം അല്ലേ. അപ്പോൾ പറ, എക്സിന്റെ വാല്യൂ 1 ആകുമ്പോൾ വിയുടെ വാല്യൂ π/3 ആണ്. അപ്പോൾ എന്താ വരിക, സൈൻ π/3 ഈക്വൽ ടു ലോഗ് 1 0 ആവും. ഇവിടെ പ്ലസ് സി അടാ. അപ്പോൾ ഇത് 0 ആയി. ഇത് മക്കളെ സിയുടെ വാല്യൂ √3/2 ആണ്. മനസ്സിലായി. അപ്പോൾ നമ്മളെ സാധനം എന്താ ഉണ്ടാവും ചോദിച്ചാൽ ഇനി സൈഡ് ഉണ്ടാവുന്നുണ്ട്. പറ, സൈൻ വി അല്ലെങ്കിൽ സൈൻ ഓഫ് y ബൈ എക്സ് എഴുതാം. സൈൻ ഓഫ് y ബൈ എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് √3/2. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ വരുന്നത്. ഇനി നോക്കാം, കമ്പയർ ചെയ്യും. അപ്പോൾ സൈൻ ഓഫ് y ബൈ എക്സ് ഈസ് ഈക്വൽ ലോഗ് മോഡ് എക്സ് പ്ലസ് α/2 എന്ന് പറഞ്ഞത്. α/2 എന്ന് പറയുമ്പോൾ ആൽഫയുടെ സ്ഥാനത്ത് ആരാണ്, √3 ആണ്. സോ എന്താ ചോദ്യം ചോദിച്ചത് ആൽഫയുടെ സ്ക്വയർ ആണ്. അപ്പോൾ ആൽഫയുടെ സ്ക്വയർ എത്രയെന്ന് ചോദിച്ചാൽ 3 ആണ്. സെറ്റ് അല്ലേ, കുഴപ്പങ്ങളില്ലല്ലോ, റെഡിയാണ്. ഓക്കെ, യെസ്, അടുത്തതിലേക്ക് വരാം. ക്വസ്റ്റ്യൻ വായിക്ക്, നമുക്കൊന്ന് ഷെയർ അടിച്ച്. മക്കളെ എന്താ തന്നത്, ഒരു ഇത് തന്നാണ്. ഒ എ തന്നെ എ എന്ന് പറഞ്ഞ ഒരു വെക്ടറാണ്. ഒ എ എന്ന് പറഞ്ഞത് ഒരു പൊസിഷൻ വെക്ടറാണ്. ഒറിജിൻ ആണല്ലോ ഒ എ. അപ്പോൾ എയുടെ പൊസിഷൻ വെക്ടറാണ് ഒ എ. അത് സ്മോൾ ആണെന്ന് പറയുന്നത്. ഒ ബി സി ആണ് ഏരിയ ഓഫ് ഓക്കെ. ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ അതിന് റാൻഡായിട്ട് കൊടുക്കല്ലേ. ഒ ഉണ്ട്, എ ഉണ്ട്, സി ഉണ്ട്. സി അല്ലേ പറഞ്ഞത്, അതെ.
അപ്പോൾ ഒ എ എന്ന് പറയുന്നത് എ ആണ്, പിന്നെ ഒ സി എന്ന് പറയുന്നത് ബി ആണ്. രണ്ട് പൊസിഷൻ വെക്ടേഴ്സ് തന്നാണ്. അത് ഓക്കെ ആൻഡ് ദ ഏരിയ ഓഫ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഇത് ട്രയാങ്കിൾ ഒ എസിന്റെ ഏരിയ കാണാൻ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് അറിയാമെങ്കിൽ ഹാഫ് ഇൻറ്റു എ ക്രോസ് ബി. അപ്പോൾ ഹാഫ് ഇൻറ്റു എ ക്രോസ് ബിന്റെ മോഡുലസ്. ഇതാണ് ട്രയാങ്കിൾ. അപ്പോൾ എസിന്റെ വാല്യൂ അതാണ്, എസ് അതാണ്. ഇനി ഒരു പാരലോഗ്രാം ഉണ്ട്, അതിന്റെ സൈഡ്സ് എന്താണ് പാരലൽ ടു ഒ ആൻഡ് ഒ സി. ഓക്കെ, അതിന്റെ സൈഡ്സ് ആർക്ക് പാരലൽ മക്കളെ? ഒ എക്കും ഒ സിക്കും പാരലൽ ആണ്. ഓക്കെ, പിന്നെയോ ഡയഗണൽ ഒ ബി എന്ന് പറയുന്നത് വേറെ എന്തോ ആണ്. ഓക്കെ, 12a പ്ലസ് എന്തോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ കാര്യം മനസ്സിലായി. നോക്ക്, പുതിയൊരു എന്തുണ്ടാക്കണം? പുതിയൊരു പാരലോഗ്രാം ഉണ്ടാക്കണം. അതിന്റെ സൈഡ്സ് എന്തിന് ഈക്വല പറഞ്ഞ പാരല, ഇതിന് രണ്ടിനും പാരല പറയണം. അപ്പോൾ നോക്കി, ഇങ്ങനെ ഒരു പാരലോഗ്രാമിന് സ്കോപ്പ് ഇല്ല. അതായത് നിങ്ങൾക്കറിയാം ഇങ്ങനെ പാരലോഗ്രാം സെറ്റ് ചെയ്തുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മറ്റേ ഡയഗണൽ വരിക ഇതല്ലേ, ഈ ഡയഗണലാണ് വരിക. ഈ ഡയഗണലിൽ വരിക എന്താന്ന് ചോദിച്ചാൽ ഇതേ പ്ലസ് ഇതല്ലേ, എ പ്ലസ് ബി ആണെന്ന് ഓർമ്മയുണ്ട്, തിയറി പഠിച്ച ഓർമ്മയുണ്ട് അല്ലേ? അതായത് ഇങ്ങനെ ഒരു പാരലോഗ്രാം നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പാരലോഗ്രാമിന്റെ ഈ ഡയഗണലിൽ വരിക എ പ്ലസ് ബി ആണ്, ഈ ഡയഗണലിൽ വരിക എ മൈനസ് ബി ആണെന്നുള്ളത് നമുക്കറിയാം. ഇത് രണ്ടും എയും ബി ആണെങ്കിൽ അപ്പൊ എന്തായാലും ഇതല്ല, ഇതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത പാരലോഗ്രാം അല്ല അത്. അതായത് ഇതിനെ ഡബിൾ ആന്ന് പറഞ്ഞ ആ സാധനം അല്ല അത് വേറൊരു പാരലോഗ്രാം ആണ്. പക്ഷെ ആ പാരലോഗ്രാം എന്തായാലും ഇങ്ങനെ എഴുതിക്കൂടാ. ഒരു സൈഡ് ലാംഡ എ ആണ്, വേറെ സൈഡ് ലാംഡ ബി ആണ്. കാരണം എന്താ? ഇവർക്ക് രണ്ടാക്കും പാരലാന്ന് പറയണം മക്കൾ. ആർക്ക് രണ്ടാക്കും പാരലാണ്? ഒ എക്കും ഒ സിക്കും പാരലാണ്. അപ്പൊ എന്തായാലും ആ പാരലോഗ്രാമിന്റെ ഏരിയ എന്താ നമുക്കറിയില്ല. ബട്ട് അത് ലാംഡ എയും ലാംഡ സി ആണ് രണ്ട് സൈഡ് വരിക. പിന്നെ ഇത് രണ്ടും ആണെങ്കിൽ ഇത് രണ്ടും അങ്ങനെ തന്നെയല്ലേ വരിക ആണല്ലോ. പിന്നെ ഇയാള് ഇത് സി ആണെന്നല്ല, അത് വേറെ എന്തെങ്കിലും ആവട്ടെ, പുതിയൊരു ഇത് വരുന്നുണ്ട്. ഇയാൾ എത്ര പറയണേ? ഈ വരുന്ന ആള് ബി 12a പ്ലസ് എത്ര പറയണ്ട? 12a പ്ലസ് അവിടെ മക്കളെ 12a പ്ലസ് 4b എന്ന് പറയുന്നത്. ലാംഡ രണ്ട് ലാംഡ ആക്കണ്ട, ഒന്ന് മ്യൂ ആക്കുക. ഞാൻ ലാംഡയും മ്യൂ ബി എടുത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാരണം എന്താ, രണ്ടിനും പാരലാന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒയക്കും ഓസിക്കും പാരലാന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഒയും ഓസിയും ആവാം, പക്ഷെ അങ്ങനെ ഒയും ഓസി ആവണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള എ പ്ലസ് ബി ആവേണ്ടത് ആയിട്ടില്ലല്ലോ. റെഡി? അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ പറഞ്ഞ ലാംഡ ഇപ്പൊ ഇതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഇതല്ലേടാ 12a അല്ലേ, ഈ സൈഡ് എന്ന് പറയുന്നത് മക്കളെ 12b അല്ലേ, സോറി 12b അല്ല 4b അല്ലേ? റെഡിയാണല്ലോ. അപ്പൊ ഇനി പറ ഇതിന്റെ ഏരിയ എത്ര? അതിന്റെ ഏരിയ ആണ് ഒരു എന്തെന്ന് പറഞ്ഞത്? എസ് അല്ല, എസ് അല്ല, ബി എന്ന് പറഞ്ഞത്. ഇവിടെ നോക്കൂ, ഇവിടെ ഉണ്ടല്ലോ. യെസ്, ഏരിയ ഈക്വൾ ടു ബി. അപ്പൊ നോക്ക്, നമുക്ക് എന്തറിയാം? ഇതിന്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് അറിയാം. രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് അറിയാമെങ്കിൽ അതിന്റെ ഏരിയ ബി എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഇടാണ്ടാവില്ല. എന്താ ഉണ്ടാവുള്ളൂ? 12a ക്രോസ് 4bയുടെ ഇതിന് അതിന്റെ മോഡുലസ് എടുക്കണം. 12 4 48 ആവും. 48 ഇൻറ്റു എ ക്രോസ് ബി എന്ന് വരും. റെഡിയല്ലേ? മോഡ് എ ക്രോസ് മക്കളെ. മറ്റേത് ഹാഫ് എ ക്രോസ് ബി ആണ്, ഇത് 48 എ ക്രോസ് ബി. അപ്പോൾ 48 ഡിവൈഡ് ബൈ 1/2 എന്നല്ലേ വരിക, വിച്ച് മീൻസ് 96. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. രണ്ടിന് റേഷ്യോ എടുക്കും. കഴിഞ്ഞല്ലോ. ഓക്കെ അല്ലേ? റെഡിയാണ്. അപ്പോൾ നമ്മൾ പേപ്പർ 2 കൂടെ ചെയ്തു കേട്ടോ. ഓക്കെ, ശരി, താങ്ക് യു. അടുത്ത സെഷനിൽ കാണാം.